ചിന്തിച്ചു വരുന്ന വേദം കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതില് 12-13 വാക്യത്തിന് 12-ാം വാക്യത്തിലാണ് നമ്മൾ ഒന്നിലധികം പോയിന്റുകൾ ചിന്തിച്ചു കഴിഞ്ഞ ആഴ്ച. അത് വീണ്ടും നമുക്ക് ദൈവശൈലിയിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം. ദൈവകൃപ നമുക്ക് എല്ലാവർക്കും ധാരാളമായിട്ട് അനുഭവിച്ചറിയാം. ദൈവത്തിന്റെ ധ്യാനത്തിലൂടെ ദൈവത്തിനെ പങ്കുവെക്കുന്നതിലൂടെ പരിശുദ്ധാത്മാവിന്റെ ആ ശക്തിയും നടത്തിപ്പും നിറവും എല്ലാം നമുക്ക് അനുഭവിച്ച് അറിയാൻ തക്കണം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾക്ക് സഹോദരിമാർക്ക് ആലപ്പുഴയിൽ കടന്നുപോയി ലേഡീസ് പങ്കെടുക്കുവാൻ വളരെ കൂട്ടായ്മ ആചരിപ്പാൻ ദൈവം സഹായിച്ചു. വളരെ അനുഗ്രഹത്തോടെ പോയി വരുവാനുള്ള കൃപ ദൈവം നൽകി തന്നു. അത് ദൈവത്താൽ സാധ്യമായി അത് ആ ഭവനത്തിന് അനുഗ്രഹമായിട്ട് വിശ്വസിക്കുന്നു. കടന്നുപോയ എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തി കടന്നു വരാൻ കഴിയുന്ന എല്ലാവരും വളരെ ആത്മാർത്ഥതയോടെ കടന്നു വന്ന് ആ കൂട്ടായ്മയിൽ പങ്കെടുത്തു. ദൈവം അത് എല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൂരം ഒന്നും ഒരു തടസ്സമല്ലായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവര് എല്ലാ ഞായറാഴ്ചയും അവിടുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കൂട്ടായ്മ ആചരിപ്പാൻ നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നു. നമുക്ക് ഇടയ്ക്കെങ്കിലും അവിടേക്ക് കടന്നുപോയി ദൈവസന്നിധിയിൽ ഒന്നിച്ചായിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹമായി തീരുന്നുള്ള ആ ഒരു ആഗ്രഹത്തോടെയാണ് അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചത്. അത് അനുഗ്രഹമായി ചേർപ്പാൻ കർത്താവ് സഹായിച്ചു. എല്ലാ മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. നമുക്ക് ദൈവന ചിന്തകൾ നമ്മളെ വഴി നടത്തുന്ന വിധങ്ങൾ ഓരോരുത്തരും അവരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവെക്കുമ്പോൾ, അവരുടെ പ്രതികൂലങ്ങൾ, അവർ നേരിട്ട പ്രതിസന്ധികളെ പങ്കുവെക്കുമ്പോൾ, അതിന് നടുവിൽ അവർ നിൽക്കുന്ന വിധങ്ങളെ ഒക്കെ ഒന്ന് നമ്മളെ അറിയിക്കുമ്പോൾ നമുക്ക് വളരെ ബലമാണ്. കാരണം ഈ ദൈവവചനമെല്ലാം അവരുടെ ജീവിതത്തിൽ സമയാസമയങ്ങളിൽ അത് ക്രിയ ചെയ്യുന്നു. ഒരു വെറും വാക്കായിട്ടോ അല്ലെങ്കിൽ ആത്മീയത എന്ന് പറയുന്നത് കേവലം 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരനുഭവമായിട്ടോ തീരാതെ ജീവിതത്തിന്റെ യഥാർത്ഥമായ അനുഭവങ്ങളിലും ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രയാസവേളകളിലും ഈ കർത്താവിന്റെ കരം പിടിച്ച് ദൈവവചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതനുസരിച്ച് ജീവിപ്പാൻ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഇടയായി തീരുന്നു എന്ന് വിവിധ മുഖാന്തരങ്ങളിലൂടെ അറിയുമ്പോൾ അത് എത്ര ദീർഘിച്ചാലും അധികരിക്കില്ല. അത് കൂടുതൽ കർത്താവിന്റെ വേല ചെയ്യുവാൻ ഞങ്ങളെയൊക്കെ പ്രാപ്തരാക്കി തീർക്കുന്നു. കൂടുതൽ കർത്താവിന്റെ സന്നിധിയിൽ ക്രിസ്തുവിലുള്ള നമ്മുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്ന് നമ്മളെ ഓർപ്പിച്ചുണർത്തുന്ന അങ്ങനെയുള്ള അനുഭവങ്ങളെ ഓർത്ത് സ്തുതിക്കുന്നു. ഒരാളല്ല, പലരുടെയും ജീവിത അനുഭവങ്ങളിൽ അവർ ദൈവസന്നിധിയിൽ ദൈവവചനത്തെ പ്രായോഗികമാക്കി ജീവിക്കുന്ന നല്ല അനുഭവങ്ങൾ കേൾക്കുവാൻ ദൈവയാക്കുന്ന കൃപയ്ക്കായി ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങള് നമുക്കറിയാം, എലിമെന്റ്സ് ഓഫ് ക്രിസ്ത്യൻ സ്റ്റാൻഡേർഡ് എന്നുള്ളതാണ്. അപ്പോസ്തലൻ പൗലോസ് എല്ലാ ദൈവസഭകളോടും മാറി മാറി പറയുന്ന ക്രിസ്തീയ ജീവിതത്തിന്റെ ആ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആ നിലവാരം നാം കാത്തു സൂക്ഷിക്കേണ്ട ആദർശങ്ങൾ, നാം പാലിക്കേണ്ട മര്യാദകൾ, നാം പുറപ്പെടുവിക്കേണ്ട ആ ക്വാളിറ്റീസ്, ഗുണങ്ങൾ, ഇവയൊക്കെ ആവർത്തിച്ചു പറയുന്നു. അത് കൊളോസ്യർക്ക് ലേഖനം എഴുതുമ്പോഴും കൊളോസ്യ സഭയോടും ഇത് പറയുന്നു. അതുകൊണ്ട് നമ്മൾ വീണ്ടും ചിന്തിക്കുന്നു. നമ്മൾ പ്രധാനമായും ചിന്തിച്ചത് എലമെന്റ്സ് ഓഫ് ക്രിസ്ത്യൻ സ്റ്റാൻഡേർഡിൽ ഒന്നാമത് നമ്മൾ ചിന്തിച്ചത് പേഴ്സണൽ ഹോളിനെസ് ആണ്. വ്യക്തിപരമായ നമ്മുടെ വിശുദ്ധി, അല്ലെങ്കിൽ നമ്മുടെ എപ്രകാരമാണ് നമ്മൾ മലിനപ്പെടാതെ എന്തിൽ നിന്നൊക്കെ മാറി നിൽക്കണം, എന്തിനെയൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. 2 നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു തുടങ്ങിയത് ലവിങ് ആറ്റിറ്റ്യൂഡ്സ്. അപ്പം ആട്രിബ്യൂട്ട്സ് ഓഫ് എ ലവിങ് ഹാർട്ട്, ഒരു സ്നേഹമുള്ള ഹൃദയത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ സ്നേഹമുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമയാണോ എന്ന് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുവാൻ പറ്റുന്ന ചില ക്വാളിറ്റീസ് ആണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. മൂന്നാമത് എലമെന്റ്സ് ഓഫ് ക്രിസ്ത്യൻ സ്റ്റാൻഡേർഡിൽ ഈ കൊലോസ്യ ലേഖനം 3:12 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. 3-ാമത്തെ പോയിന്റ് ആണ് നന്ദിയുള്ള ഒരു ഹൃദയം, താങ്ക്ഫുൾ ഹാർട്ട്. ആ നന്ദിയുള്ള ഒരു ഹൃദയം ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമാണ്. വ്യക്തിപരമായ വിശുദ്ധി, ലോകത്തോടുള്ള ബന്ധത്തിൽ അതായത് നമ്മുടെ സാക്ഷ്യം അവിടെ വെളിപ്പെട്ടേ മതിയാകൂ. സ്നേഹമുള്ള ആ ഹൃദയം, ആ മനോഭാവം, അത് ദൈവസഭയിൽ അത് പ്രയോജനപ്പെടേണ്ടതാണ്. ദൈവസഭയുള്ള ബന്ധത്തിൽ അത് ഏറ്റവും പ്രയോജനപ്പെടുന്നതാണ്. നന്ദിയുള്ള ഹൃദയം ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ ദൈവത്തിന് നമ്മുടെ സമയാസമയങ്ങളിൽ നാം പ്രദർശിപ്പിക്കേണ്ടതും ദൈവത്തിന്റെ സന്നിധിയിൽ നാം അർപ്പിക്കേണ്ടതുമായ ഒരു കാര്യമാണ് നമ്മുടെ നന്ദിയുള്ള ഹൃദയം. ഇതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങള്. അതില് ഞാൻ കഴിഞ്ഞ ആഴ്ച തുടക്കത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പറയുന്ന എല്ലാ ഗുണങ്ങളും, ഈ പറയുന്ന എല്ലാ ക്വാളിറ്റീസും, ക്യാരക്ടറും
എന്താണ് എവിടെയാണ് ഇത് പ്രദർശിപ്പിക്കപ്പെടുന്നത്? ഇതെല്ലാം എക്സ്പ്രസ് ചെയ്യപ്പെടുന്ന ബന്ധങ്ങളിലാണ്. അത് അല്ലാതെ ഇതൊന്നും എന്താ പറയണ്ടേ, നമ്മുടെ ജീവിതത്തില് കുറച്ച് കാര്യങ്ങൾ എഴുതി നമ്മളൊരു തീസിസ് തയ്യാറാക്കുവോ അല്ലെങ്കിൽ നോട്ട് തയ്യാറാക്കുവോ അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ആഴമായി പഠിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ അതെല്ലാം എന്തിനു വേണ്ടി ആയിരിക്കണം? ഇതെല്ലാം ബന്ധങ്ങളിൽ പ്രദർശിപ്പിക്കപ്പെടണം, എക്സ്പ്രസ് ചെയ്യപ്പെടണം. അതാണ് ദൈവം നമ്മളിലാകെ ഈച്ച് വൺ ഓഫ് ദ ക്വാളിറ്റീസ് മെൻഷൻഡ് ഇൻ ദിസ് പാസേജ് എക്സ്പ്രസ് ദംസെൽസ് ഇൻ റിലേഷൻഷിപ്പ്. അത് ബന്ധങ്ങളിൽ അത് 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 ആ ക്വാളിറ്റീസ് വെളിപ്പെടണം, അത് പ്രദർശിക്കപ്പെടണം. എനിക്കെല്ലാം ഹൃദയത്തിലുണ്ട്, എനിക്ക് എല്ലാവരോടും ഭയങ്കര സ്നേഹമാ, മനസ്സലിവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെ അതിനെക്കുറിച്ചല്ല എനിക്ക് ദീർഘമായി അറിയാം, എനിക്ക് കൃത്യം വാക്യം അറിയാം. ഉല്ലസ്ലേഖനം ഇത്ര അധ്യായം ഇത്ര വാക്യം പറയുന്നു, എഫേസ്യർ. ഇതൊന്നുമല്ല ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്ന. മറിച്ച് സമയാസമയങ്ങളിൽ നമ്മളുടെ പരസ്പര ബന്ധത്തിൽ വെളിപ്പെടേണ്ട, പ്രദർശിപ്പിക്കപ്പെടേണ്ട സ്വഭാവ ഗുണങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് യഥാർത്ഥമായി അളക്കുന്ന എവിടാന്നറിയാവോ? അതിന്റെ പ്രാധാന്യതയും അതിന്റെ ഒരാളുടെ ജീവിതത്തിൽ ആ ആളുടെ ആ ക്രിസ്തീയമായ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സ്റ്റാൻഡേർഡ് തൂക്കി അളക്കപ്പെടുന്നത്, അതിനെ മെഷർ ചെയ്യാൻ പറ്റുന്ന എവിടാ? വളരെ ഇതാണ് മറ്റുള്ള വ്യക്തികളോട് നാം ഇടപെടുന്ന, നമ്മളെ മറ്റുള്ളവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, എങ്ങനെ അവരോട് പെരുമാറുന്നു എന്നുള്ളതും ബന്ധങ്ങളിൽ നമ്മൾ എത്രത്തോളം അതേ സ്നേഹമുള്ളവരാണെന്നും ഉള്ള അവിടെയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ ആ അടിസ്ഥാനം വിലയിരുത്തപ്പെടുന്നത്. ഇന്നത്തെ കാലത്ത് അതൊക്കെ മാറിപ്പോയി. ആൾക്കാർ മറ്റു പലതിലുമാണ് ഇതൊക്കെ വലുതായി കാണുന്നത്. പക്ഷെ വേദപുസ്തക അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പോസ്തലൻ സഭയെ ഇത് പഠിപ്പിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, ഇത് ബന്ധങ്ങളിൽ വെളിപ്പെടണം. ഒരാളുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആദർശങ്ങൾ, ക്രിസ്തീയ ജീവിതത്തിന്റെ സ്റ്റാൻഡേർഡ്, അത് എവിടെയാണ് അത് അളക്കപ്പെടുന്നത് അല്ലെങ്കിൽ അത് മനസ്സിലാക്കപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഇറ്റ്സ് ഫൗണ്ട് സിംപ്ലി ഇൻ ഹൗ വി ട്രീറ്റ് പീപ്പിൾ ആൻഡ് ദ ക്വാളിറ്റി ഓഫ് അവർ റിലേഷൻഷിപ്പ് വിത്ത് ദം. മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ എത്രമാത്രം ഒരു മേന്മയുണ്ട്, അതിനകത്ത് എത്ര ക്വാളിറ്റി ഉണ്ടെന്നുള്ളതും, മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ നമ്മൾ എങ്ങനെയാണ് അവരോട് ഇടപെടുന്നത്, മറ്റുള്ളവരുമായുള്ള നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ക്രിസ്ത്യൻ സ്റ്റാൻഡേർഡ് വിലയിരുത്തപ്പെടുന്നത്. അത് ഇല്ല എങ്കിൽ ഇതെല്ലാം കേവലം പഠനം മാത്രമായി പോകും, ഇതുകൊണ്ടൊരു പ്രയോജനവും ഇല്ലാതെ. അതുകൊണ്ട് എല്ലാ ദൈവവചന ചിന്തകളും നമ്മളെ ഒരു നല്ല ക്രിസ്തീയ ജീവിതത്തിന്റെ മാതൃകയിലേക്കും അടിസ്ഥാനത്തിലേക്കും പ്രായോഗികതയിലേക്ക് നയിക്കണമെന്നുള്ളത് നമ്മുടെ തീവ്രമായ ഒരു ആഗ്രഹം ആയിരിക്കണം. എന്റെ കർത്താവയുടെ വചനങ്ങളെ ഞാൻ കൂടുതലായി അറിയുന്നത് കൂടുതലായ ഒരു ക്വാളിറ്റിയുള്ള ക്രിസ്ത്യൻ ലൈഫ് നയിക്കാൻ എന്നെ സഹായിക്കണം. മറ്റുള്ളവരെ ഞാൻ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്, ഞാൻ എങ്ങനെ അവരോടുള്ള ബന്ധത്തിൽ ഞാൻ അവരോട് പെരുമാറുന്നത് അല്ലെ അവരുമായി ഇടപെടുന്നത്, അത് മറ്റുള്ളവർ കാണുമ്പോൾ വാസ്തവമായും എന്റെ ക്രിസ്ത്യൻ സ്റ്റാൻഡേർഡാണ് വെളിപ്പെടുന്നത്. അതുകൊണ്ട് എനിക്ക് ആ സ്റ്റാൻഡേർഡ് ഏറ്റവും ശ്രേഷ്ഠമായി നിലനിർത്തണമെന്നുള്ള നമ്മുടെ ഒരു സ്ട്രോങ് ഡിസയറും തീർച്ചയായും നമ്മളെ ഒരു ഉയർന്ന ക്രിസ്ത്യൻ നിലവാരത്തിലേക്ക്. അത് ആഗ്രഹമില്ല കേവലം എനിക്ക് പഠിച്ചാൽ മതി, എനിക്ക് അറിഞ്ഞാൽ മതി എങ്കിൽ ആ അറിവ് നമ്മളെ ചീർപ്പിക്കുമ്പോൾ, എന്നാൽ ഞാൻ അറിയുന്ന എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട് എന്റെ എല്ലാ ബന്ധങ്ങളിലൂടെയും വെളിപ്പെടുന്നത് എന്റെ സ്വഭാവമാണ്. ആ സ്വഭാവത്തിലൂടെ വിലയിരുത്തപ്പെടുന്നത് എന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ നിലവാരമാണ്. മറച്ചു വെക്കാൻ നമുക്കത് കഴിയത്തില്ല, ഒളിച്ചു വെക്കാൻ നമുക്ക് കഴിയത്തില്ല. അതുകൊണ്ട് എല്ലാ അറിവും പഠനങ്ങളും നമുക്ക് ദൈവം തരുന്ന എല്ലാ പരിശീലനങ്ങളും തികച്ചും പ്രായോഗികമായി വെളിപ്പെടുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. പേഴ്സണൽ ഹോളിനെസ് ആർക്കും ഒഴിവാക്കാൻ പറ്റത്തില്ല. എല്ലാവരും അതിനുവേണ്ടി വളരെയധികം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം. അതെ, ദുർനടപ്പ് വിട്ടുമാറുവാൻ, നാവ് കൊണ്ടുള്ള പാപത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ, വ്യാജം പറഞ്ഞ് ദൈവത്തോട് പാപം ചെയ്യാതിരിപ്പാൻ, സത്യവചനം പറയുന്ന അതേ നാവ് കൊണ്ട് തന്നെ വ്യാജം പറയുന്ന ആ അനുഭവത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ, അതെ അതുപോലെ തന്നെ കൃപയാലും ഉള്ള ഉപ്പിനാലും രുചി വരുത്തിയ സംസാരത്തിന് വേണ്ടിയുള്ള നമ്മുടെ ഒരു വാഞ്ച, അത് ദൈവത്താൽ സാധ്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ നാവിനെ സംസാരത്തിന് ദൈവത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു അനുഭവം. അങ്ങനെ ആ പേഴ്സണൽ ഹോളിനെസ് വളരെയധികം പറയട്ടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായിരിക്കുന്നു. അത് നമ്മുടെ ലവിങ് ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അതെന്താന്ന് ചോദിച്ചാൽ എന്താണ്, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു. ഓരോ കാര്യങ്ങളും മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യും.
നമ്മൾ ഇനി ഫോർഗീവ്നെസ് മാത്രമേ അത് ചിന്തിപ്പാനുള്ളൂ. ബാക്കി എല്ലാ അട്രിബ്യൂട്ട്സും നമ്മൾ ചിന്തിച്ചു. നമ്മൾ കമ്പാഷൻ ചിന്തിച്ചു, കൈൻഡ്നസ് ചിന്തിച്ചു, ഹ്യൂമിലിറ്റി ചിന്തിച്ചു, മീക്നെസ് ചിന്തിച്ചു, പേഷ്യൻസ് ആൻഡ് ലോങ് സഫറിങ് ചിന്തിച്ചു. അപ്പം ഇനി നമുക്ക് ചിന്തിക്കാനുള്ള ഒരു പോയിന്റ് അതിനകത്ത് ഫോർഗീവ്നെസ് ആണ്, ക്ഷമിക്കുക എന്നുള്ളത്. അപ്പം ലവിങ് ഹാർട്ട്, ഒരു സ്നേഹമുള്ള ഹൃദയത്തിന്റെ സ്വഭാവ സവിശേഷതകളായൊക്കെ ആ സ്നേഹത്തോടു കൂടിയ ഒരു മനോഭാവത്തോട് നാം ഓരോരുത്തരും നിലകൊള്ളണമെങ്കിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന ഗുണമേന്മയുള്ള ഈ പറയുന്ന സ്വഭാവ സവിശേഷതയുള്ള ഒരു സ്നേഹമുള്ള ഹൃദയമുള്ളവർക്ക് മാത്രമേ സ്നേഹമുള്ള ഒരു മനോഭാവം പ്രകടിപ്പിക്കാൻ കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ പുറത്തു കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ഒരു ക്യാരക്ടർ പുറത്തു വരണമെങ്കിൽ ഈ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടായിരിക്കണം. അത് അപ്പോസ്തലൻ സഭയോട് പറയുകയാണ്. അവരുടെ സ്റ്റാറ്റസ് ഓർപ്പിച്ചുകൊണ്ട് തന്നെ, അവരുടെ ട്രൂ ഐഡന്റിറ്റി, അവരുടെ സത്യമായ വ്യക്തിത്വം, ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന വ്യക്തിത്വമാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവർ, വേർതിരിക്കപ്പെട്ടവർ, ദൈവത്തിന്റെ പ്രിയരായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കണം. ഒരുവനോട് ഒരു വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കണം. ഈ ഫോർഗീവ്നെസ് എന്നുള്ളത് നമ്മൾ വളരെയധികം ചിന്തിച്ചിട്ടുള്ളതും നമ്മൾക്ക് ദൈവസഭയിൽ നല്ല ട്രെയിനിങ്, വചനത്തിലൂടെ പല ഉപമകൾ കർത്താവ് പഠിപ്പിച്ച ഉപമകൾ എടുത്ത് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള വേദഭാഗം ആണ്. അതുകൊണ്ട് ഞാൻ ഒരു ചുരുക്കം ചില പോയിന്റുകൾ ഓർപ്പിച്ച് ഫോർഗീവ്നെസ്സിന് അത് പറഞ്ഞ് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം കർത്താവിനോട് ക്ഷമിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? 14-ാം വാക്യം, 13-ന്റെ അവസാനം, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കും. എന്നോട് ആരും ഇതുവരെ ക്ഷമിച്ചിട്ടില്ല, ഞാൻ ക്ഷമ എന്താന്ന് അറിഞ്ഞിട്ടില്ല, പിന്നെ ഞാൻ ഇതിനെ ക്ഷമിക്കുന്നു ചോദിക്കാൻ ആർക്കും പറ്റത്തില്ല. കാരണം നമ്മളെ പോലെ ക്ഷമ അനുഭവിച്ച ഒരു ജനം വേറെയില്ല. നമ്മളെ പോലെ ഫോർഗീവ്നെസ് ലഭിച്ച, അതാണല്ലോ നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ ആനന്ദത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ക്രിസ്തീയ ജീവിതത്തിന്റെ മഹത്വത്തിന്റെയും പ്രത്യാശയുടെ എല്ലാ അടിസ്ഥാനം എന്തുവാ? നമുക്ക് ലഭിച്ച പാപക്ഷമയും നമുക്ക് ലഭിച്ച പാപമോചനവും അതിൽ നിന്ന് നമുക്ക് ലഭിച്ച ദൈവികമായ അനുഗ്രഹങ്ങളുമാണ്. കർത്താവിൽ വിശ്വസിച്ചപ്പോൾ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഫോർഗീവ്നെസ് എന്നുള്ളത്. അതെ, ആ അനുഗ്രഹം നമ്മൾ പ്രാപിച്ചിട്ട് ഇനി ഞാനത് ആർക്കും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര സ്വാർത്ഥരാന്ന് ഓർത്തോണം. ഞാൻ അനുഗ്രഹം പ്രാപിച്ചു, എന്താ? ഞാൻ ഒരിക്കലും എനിക്കൊരു യോഗ്യതയില്ലാത്തടത്ത് കർത്താവിനോട് ക്ഷമിച്ചു. എങ്ങനെ ക്ഷമിച്ചു? ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ എന്റെ ലംഘനങ്ങളെ അകറ്റി എന്ന് പറയുന്ന പോലെ എന്റെ കർത്താവിനോട് ദീർഘമായി ക്ഷമിച്ചു. എന്തുണ്ട്? കടും ചുവപ്പായിരുന്ന പാപങ്ങളെ അതെ ഹിമം പോലെ വെണ്മയാക്കി തീർത്തു. അത്രയ്ക്കും നമ്മൾ ഓർത്തില്ലേ, കിഴക്കും പടിഞ്ഞാറും ആകാശവും ഭൂമിയും പോലുള്ള വ്യത്യാസം പോലെ കർത്താവ് നമ്മളുടെ ജീവിതത്തിലെ തെറ്റുകളെ പോക്കി നമ്മൾ ക്ഷമിച്ച് നമ്മളെ സ്നേഹിച്ചെങ്കിൽ, അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം, നിങ്ങൾ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യും. അപ്പം നമുക്കൊരു അടിസ്ഥാനമുണ്ട്, നാം എങ്ങനെ ക്ഷമിക്കണം, അല്ലെങ്കിൽ നാം ക്ഷമിക്കേണ്ടവരാണ്. കാരണം നമ്മൾ ക്ഷമ ലഭിച്ചവരായതുകൊണ്ട് തീർച്ചയായും നാം ക്ഷമിച്ചേ മതിയാവും. ഇവിടെ പറയുന്നത് ഈ ഒരു മാതൃക നമ്മൾ പിൻപറ്റണം. ഈ മാതൃക പിൻപറ്റുമ്പോൾ നമുക്ക് വളരെ പ്രയാസമുള്ള കാര്യമാണ്. കാരണം എന്താ? ആരോടാ ക്ഷമിക്കേണ്ടെന്നറിയാവോ? ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കണം. അപ്പൊ ക്ഷമിക്കുക എന്നൊരു വാക്ക് വരുമ്പോൾ അതിനകത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മളോട് കർത്താവ് എപ്പോഴാണ് ക്ഷമിക്കേണ്ട വന്നേ? കാരണം നമ്മൾ അവനെതിരെ പാപം ചെയ്തപ്പോൾ, നാം തെറ്റുകൾ ചെയ്തപ്പോൾ, ദൈവത്തിന് കോപം വരുത്തുന്ന ജീവിതം നയിച്ചത് കൊണ്ടാണ് നമുക്ക് എന്തു വേണ്ടി വന്നത്? കർത്താവിന്റെ ക്ഷമ ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരാളോട് നമ്മൾ ക്ഷമിക്കാൻ പറയുമ്പോൾ അവർ നമ്മളെ വേദനിപ്പിച്ചവരാകാം, നമ്മൾ വഴക്കുണ്ടാക്കിയവരാകാം, നമുക്ക് ദുഃഖം വരുത്തിയവരാകാം, തെറ്റ് ചെയ്തവരാകാം. ഈ കണ്ടീഷൻ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം നമ്മൾ ക്ഷമിക്കുവാൻ എന്നുള്ളത് ഇവിടെ വ്യക്തമായി പറയുന്നു. ഇതിന്റെ ഒരു പ്രധാനമായ കാര്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, നമുക്ക് ക്ഷമിക്കുവാൻ ആഗ്രഹമുണ്ട് ഇല്ലെന്ന് ഓരോ ദൈവത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനായിട്ട് ആഗ്രഹിക്കും. പക്ഷെ പലപ്പോഴും അത് പ്രയാസമായി തീരും. കാരണം നമ്മളേറ്റ മുറിവുകളും വേദനകളും കാരണം കൂടാതെയാണ് നമുക്കതൊക്കെ സംഭവിച്ചെങ്കിൽ, അല്ലെങ്കിൽ നാം നന്മ ചെയ്തിട്ടാണ് അതൊക്കെ സംഭവിക്കുന്നതെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് നമുക്കതൊന്ന് വിട്ടുകളയാനോ സ്ഥാനമില്ലെന്ന് വെക്കുവാൻ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക എന്നറിയോ? ഫോർഗീവ്നെസ് എന്ന് പറയുമ്പോൾ, ഈ ഫോർഗീവ്നെസ്, giving up the right to receive justice
ഫോർ എ റോങ് ഡൺ ടു യു. നമ്മളോട് ചെയ്ത ആ തെറ്റിന് എന്താ പറയണ്ടേ, നമ്മള് ഒരു അവസരം കൊടുക്കുകയാണ്, ഒരു നീതിയുടെ ഒരു നീതി കൊടുക്കുക. അത് നമ്മൾ കൊടുക്കാത്തിടത്തോളം കാലം അത് ലഭിക്കത്തില്ല. ഈ ഫോർഗിവ്നെസ്സിലൂടെ നമ്മൾ ഒരു അവസരം കൊടുക്കുകയാണ്. നമ്മളോട് തെറ്റ് ചെയ്തവർക്ക് അവരുടെ ജീവിതത്തിൽ അതെ അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഫോർഗിവ്നെസ് അവർക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്തിനാണ്? ആ തെറ്റുകളെ പൂർണ്ണമായും നമ്മൾ ക്ഷമിക്കുന്നു, അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായും അവരോട് ആ പക വെച്ചു പുലർത്താതെ അവരെ ഉൾക്കൊള്ളുന്നു എന്ന് ഉള്ള ഒരു നീതി, ഒരു ജസ്റ്റിസ് കൊടുക്കാൻ നമുക്ക് കഴിയും. എങ്ങനെ? ഈ ഫോർഗിവ്നെസ്സിലൂടെ. അത് ദൈവം നമുക്ക് തന്നു. ദൈവം നമ്മളെ ജസ്റ്റിഫൈ ചെയ്തു. ദൈവം നമ്മളെ കുറ്റം വിധിക്കേണ്ട ദൈവിക കോടതിയിൽ ക്രിസ്തുയേശു മുഖാന്തരം ക്രിസ്തുവിലുള്ള വിശ്വാസത്താലും നമ്മളെ കുറ്റം വിധിച്ച് ശിക്ഷയ്ക്ക് കുറ്റം വിധിക്കാതെ, മറിച്ച് ശിക്ഷാവിധിയിൽ നിന്ന് ക്രിസ്തുയേശുള്ളവർക്ക് ഓരോരുത്തർക്കും രക്ഷ ലഭിച്ചത് ദൈവം നമുക്ക് തന്ന നീതിയാണ്. നമ്മൾ ആ നീതിക്ക് യോഗ്യരല്ല. പക്ഷെ എങ്കിലും ദൈവം എന്ത് ചെയ്തു? ക്രിസ്തുയേശുള്ള വിശ്വാസത്താൽ പാപക്ഷമയ്ക്കോ പാപമോചനത്തിനോ നിത്യരക്ഷയ്ക്കോ യോഗ്യരായതുകൊണ്ടല്ല, പിന്നെയോ അതിന് പകരമായി എന്ത് ചെയ്തു? കർത്താവ് നമുക്ക് വേണ്ടി പാപപരിഹാരമായി തീർന്നതുകൊണ്ട് ദൈവം ഒരുക്കിയ ആ ദൈവിക പദ്ധതിയിൽ നാം വിശ്വസിക്കാൻ തയ്യാറായപ്പോൾ ദൈവിക കോടതിയിൽ നമുക്ക് എന്ത് ലഭിച്ചു? നീതി ലഭിച്ചു. നമുക്കൊരു ആ ജസ്റ്റിസ് നമുക്ക് ദൈവം തരുന്നില്ല എങ്കിൽ, അതിനുള്ള ഒരു അവസരം ദൈവം നമുക്ക് തരുന്നില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും അത് പ്രാപിക്കാൻ കഴിയില്ല. അപ്പൊ ദൈവിക കോടതിയിൽ നിന്ന് നീതി പ്രാപിച്ച, അതുകൊണ്ടാണ് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല, ഒരു കണ്ടംനേഷനും ഇല്ല. അതായത് ശിക്ഷാവിധി എന്ന് പറഞ്ഞാൽ ശിക്ഷ വിധിച്ച് നാശത്തിലേക്ക് അവരെ തള്ളിയിടുന്നതിനാണ് കണ്ടം ചെയ്യാന്ന് പറഞ്ഞാൽ. ഇനി ഒരു ചാൻസ് ഇല്ല. പക്ഷെ ഇപ്പോൾ എന്ത് സംഭവിച്ചു? ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതായത് കർത്താവിൽ വിശ്വസിച്ച് പാപത്തിന്റെ മോചനം പ്രാപിച്ച് എന്താണ് പാപപ്രകൃതിയെ ജയിക്കുന്ന ജീവിതത്തിനായി സമർപ്പിക്കപ്പെട്ടവർക്ക്, കർത്താവിലുള്ള വിശ്വാസം നീതീകരിക്കപ്പെട്ടവർക്ക് ഇനി ഒരു കണ്ടംനേഷൻ ഇല്ല. ഇനി അവരെ ഇതിനു വേണ്ടിയാണ് അവരെ നിർത്തുന്നത്. അവരുടെ പ്രതിഫലം കൊടുക്കാനാണ് അവരെ ന്യായം വിധിക്കുന്നത്. അവരെ കുറ്റം വിധിക്കില്ല. കുറ്റം വിധിക്കുന്ന ആ വലിയ എന്താ പറയുക, ആ ദൈവികമായ ശിക്ഷയിൽ നിന്ന് നമ്മൾ എന്നേക്കും മോചനം പ്രാപിച്ചു. ഈ ഒരു അനുഭവം നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനു കഴിയുമെന്നറിയാവോ? ദൈവം നമുക്ക് തന്ന ഓപ്പർച്യൂണിറ്റി നമുക്ക് പലർക്കും കൊടുക്കാൻ കഴിയും. അവിടെയാണ് ഫോർഗീവ്നെസ്. അല്ല എങ്കിൽ നമ്മൾ വിചാരിക്കും എന്തോ പറയേണ്ടത്, നമ്മളൊരു നമുക്കതുകൊണ്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നും. നമ്മളുടെ എതിരായി നിൽക്കുന്ന ആൾ അതിന് അർഹനല്ല എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാകും. അതുകൊണ്ടാണ് കർത്താവ് നമ്മളോട് ക്ഷമിച്ച, അല്ലെങ്കിൽ ഇവിടെ പറയുന്ന പോലെ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അപ്പം ആ ഒരു എന്താ പറയണ്ടേ അടിസ്ഥാനം ഇവിടെ കൊണ്ടുവച്ചു. വി ആർ ടോൾഡ് ടു ലിവ് ഫോർഗിവിംഗ് വൺ അനദർ. മറ്റുള്ളവര് പരസ്പരം ക്ഷമിച്ച് മുന്നേറണം എന്നുള്ളത് നമ്മളോടുള്ള ദൈവത്തിന്റെ കൽപ്പനയാണ്. ആഫ്റ്റർ ദ പാറ്റേൺ ഓഫ് ജീസസ് ഫോർഗിവ്നെസ് ടുവേർഡ്സ്. ജീസസ് എന്ന് പറയുമ്പോൾ ആ എസിന്റെ അവിടെ ഒരു അപ്പോസ്ട്രോഫി ഉണ്ട്, യേശുവിന്റെ എന്നവിടെ പറഞ്ഞത്. അതായത് ആ യേശുവിന്റെ മാതൃക അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളോടുള്ള യേശുവിന്റെ ക്ഷമയുടെ മാതൃക അനുസരിച്ച് നാം മറ്റുള്ളവരോട് ക്ഷമിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് തുടക്കം തൊട്ട് കർത്താവ് പഠിപ്പിച്ചിരുന്നു, പ്രാർത്ഥനയിൽ പഠിപ്പിച്ചു. എന്ത് പഠിപ്പിച്ചു? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ, അല്ലെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളെയും കടങ്ങളെയും ക്ഷമിക്കണമേ. യേശു വീണ്ടും പഠിപ്പിച്ചു, നിങ്ങൾ മറ്റുള്ളവരുടെ പിഴകളെ നിങ്ങൾ ക്ഷമിക്കാതിരുന്നാൽ സ്വർഗസ്ഥനായ പിതാവും നിങ്ങളോട് ക്ഷമിക്കില്ല. ഇവിടെ മനഃപൂർവമായി നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഓർത്തോണം. എന്താ അത്? യേശു അത് ഉപമയായി പഠിപ്പിച്ചു. എന്ത് പഠിപ്പിച്ചു? അതെ, വലിയൊരു കടം തീർത്ത് കിട്ടിയ ഒരു കാര്യവിചാരകൻ വഴിയിൽ വെച്ച് അതിനേക്കാൾ ചെറിയ കടമുള്ള തന്റെ ഒരു ദാസനെ കണ്ടപ്പോൾ അവനെ പിടിച്ച്, അവന്റെ കോളറിന് പിടിച്ച് അവനെ ആ പണം ഇപ്പം തരണം, ഒരല്പം അവസരം തരണം എന്ന് ചോദിച്ചപ്പോൾ കൊടുക്കാതെ അവനെ കാരാഗൃഹത്തിൽ ഇട്ടപ്പോൾ യജമാൻ എന്ത് ചെയ്തു? ആ ദാസനോട് പറഞ്ഞു, അല്ലെ നീ കുറ്റക്കാരനാ, നിന്റെ കടം ഞാൻ വീട്ടിൽ തന്നു, പക്ഷെ ഞാൻ നിനക്ക് കടം വീട്ടിൽ തന്നപ്പോൾ ആ മനോഭാവം നീ മറ്റുള്ളവരോട് പുലർത്തണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചേ. നിന്റെ മനസ്സിൽ അതില്ല, നീ സ്വാർത്ഥന. അതുകൊണ്ട് എന്ത് ചെയ്തു? അവനെ കാലും കൈയും കെട്ടി ഇരുട്ടിലേക്ക് തള്ളിക്കളയുവാൻ കൽപ്പന കൊടുക്കുന്നു, അല്ലെങ്കിൽ കാരാഗൃഹത്തിൽ അടക്കെ. എന്താ ഇത് യേശു മാറി മാറി ഇത് പറയാനുള്ള കാര്യം? എന്തിനിത് പറയുന്നെന്ന് ചോദിച്ചാൽ,
ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ച തന്റെ ജനം, ദൈവത്തിന്റെ ക്ഷമ അനുഭവിച്ച തന്റെ ജനം സ്വാർത്ഥരായി പോകാൻ പാടില്ല. മറിച്ച് അവരെന്ത് ചെയ്യണം? അവരുടെ ഹൃദയത്തിൽ വിശാലത ഉണ്ടാകണം. എന്തിനു വേണ്ടി? ഒരുവനോടൊരു വഴക്കുണ്ടായാൽ, തർക്കമുണ്ടായാൽ, പിണക്കുണ്ടായാൽ, അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ, തെറ്റ് ചെയ്താൽ, ദോഷം നിരൂപിച്ചാൽ, നാം പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മളോട് പ്രതികരിച്ചാൽ, ഒരു പക്ഷേ പിന്നിൽ നിന്ന് നമ്മളെ ഉപദ്രവിച്ചാൽ, മുന്നിൽ നമ്മളോട് വഴക്കിട്ടാൽ, ഏത് വിധത്തിലാണെങ്കിലും ഒരു എന്തുണ്ട് എത്തിക്കൽ ക്രിസ്ത്യൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തുണ്ടെന്നറിയാമോ? ആ ലവിങ് ഹാർട്ടിനകത്ത് മനസ്സലിവ്, ദയ, താഴ്മ, അതെ സഹിഷ്ണുത, അതെ ഇതെല്ലാം, സൗമ്യത, ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ ഇത് ഏറ്റവും അതിപ്രധാനമായ ഒരു ഘടകമാണ്. നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ക്ഷമിച്ചിരിക്കണം. ക്ഷമിക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ ആരെ ഓർക്കണം? നമുക്ക് ക്രിസ്തുയേശുവിലൂടെ ദൈവം തന്ന ക്ഷമയെ ഓർക്കുമ്പോൾ നമുക്ക് പ്രചോദനം ഉണ്ടാകും. ഞാനും ക്ഷമിച്ചേ മതിയാവും. പിന്നെ നമ്മൾ എന്തോർക്കണം? കർത്താവ് വെച്ച കണ്ടീഷൻ ഓർക്കണം. ഞാൻ എന്നോട് തെറ്റ് ചെയ്തവരോട്, എന്നോട് ദ്രോഹം ചെയ്തവരോട് ഞാൻ മനഃപൂർവ്വമായി ക്ഷമിക്കുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ദൈവവും സ്വർഗസ്നായ പിതാവും എന്റെ പിഴകളെ ക്ഷമിക്കത്തില്ല. കാരണം നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ഹ്യൂമിലിറ്റിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ പറയാം, ആ താഴ്മ എന്ന് പറയുന്നത് എന്തുവാ? എപ്പോഴും നമ്മുടെ വൾണറബിലിറ്റി നമ്മൾ അറിയണം. എന്താണ് വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ? നമ്മുടെ ദൗർബല്യം നമ്മൾ അറിയണം. ഈ പാപപങ്കുലമായ ലോകത്ത് വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ നാം ജീവിക്കുമ്പോൾ, പാപക്ഷമ പ്രാപിച്ച നമ്മൾ പാപപ്രകൃതിയോട് പോരടിച്ചാണ് ജീവിക്കുന്നത്. ക്രിസ്തുയേശുവിന്റെ സഹായത്താലും പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിനാലും ജീവിക്കുമ്പോൾ നമ്മൾ വൾണറബിൾ ആണ്. നമ്മൾ അറിയണം എന്താണ്? നമുക്ക് ഏത് സമയവും പാപത്തിലേക്ക് വഴുതി വീഴാൻ സാഹചര്യങ്ങൾ ഉണ്ടാകാനോ നാം തന്നെ ജീവിതത്തിൽ തെറ്റിപ്പോകാനോ സാധ്യതയുണ്ട്. അതാ നമ്മൾ പറഞ്ഞല്ലോ, നമ്മളെ കുറിച്ചുള്ള തിരിച്ചറിവാണ് ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്. നാം നമ്മെ മനസ്സിലാക്കിയാണ് നാം എന്താ പറയണ്ടേ, ഒരു പവർഫുൾ വ്യക്തിയാണെന്നും എനിക്കൊരിക്കലും തെറ്റുപറ്റത്തില്ല, മറ്റുള്ളവർക്ക് മാത്രമേ തെറ്റുപറ്റൂ, ഞാൻ ഒരിക്കലും പാപം ചെയ്യത്തില്ല, ഇനി മറ്റുള്ളവരെ പാപം ചെയ്യത്തുള്ളൂ, ഞാൻ ഒരിക്കലും ഇനി ഒന്നും ദോഷമായി പെരുമാറത്തില്ല, അത്രയ്ക്കും കൃപയിൽ ജ്വലിച്ചു നിൽക്കുവാണെന്നുള്ള അഹംഭാവം നമുക്ക് ആർക്കും ഉണ്ടാകാൻ പാടില്ല. ഓർത്തോണം, അങ്ങനെ ഉണ്ടായാൽ നമ്മളെ അതിന് വ്യക്തമായ നടപടിയിലൂടെ നടത്തി നമ്മുടെ കൊമ്പൊടിപ്പിക്കാൻ ദൈവശക്തനാണ്. അങ്ങനെ ആരെങ്കിലും നിഗളിച്ചാൽ, അങ്ങനെ ആരെങ്കിലും അഹങ്കരിച്ചാൽ, ആ താഴ്മ ധരിക്കാതെ, ആ വൾണറബിലിറ്റി മനസ്സിലാക്കാതെ, ഓരോരുത്തരും മറ്റൊരുവന്റെ ദൗർബല്യമല്ല മനസ്സിലാക്കേണ്ട, പിന്നെയോ അവനവന്റെ ദൗർബല്യം, അവനവന്റെ ഓരോ മനുഷ്യനും ഈ മനുഷ്യ ശരീരത്തിൽ വസിക്കുമ്പോൾ വൾണറബിൾ ആണെന്നുള്ള ബോധം നമുക്കുണ്ടാകുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിപ്പാനും അവരുടെ തെറ്റുകളെ ക്ഷമിപ്പാനും നാം പാപത്തിൽ വീഴാതെ ആത്മാവിന് വിധേയപ്പെടാനും നമുക്ക് കഴിയും. നമ്മൾ സൂപ്പർമാനും സൂപ്പർ വുമണും അല്ല. ഈ ബോധം നമുക്കുണ്ടെങ്കിൽ എന്താ? താഴ്മയുണ്ടാകുന്നതിനോടൊപ്പം സമയാസമയങ്ങളിൽ ക്രിസ്തുവിന്റെ മാതൃകയിൽ ജീവിക്കുവാൻ, ക്ഷമിപ്പാൻ നമുക്ക് കഴിയും. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ലല്ലോ, ഞാൻ ഒരിക്കലും അങ്ങനെയല്ലല്ലോ, ഞാനിനി എന്ന് പറഞ്ഞാൽ പിന്നെ ദൈവത്തിന് എന്ത് ചെയ്യേണ്ടി വരും എന്നറിയാമോ? നമ്മുടെ ആ നിഗളത്തെ മാറ്റുവാൻ ദൈവത്തിന് പലപ്പോഴും നമ്മളെ പല പ്രക്രിയയിലൂടെ കടത്തിവിടേണ്ടി വരും. എങ്കിൽ എന്തിനാ? നമ്മളെ പഠിപ്പിക്കുവാൻ. നമ്മുടെ അഹംഭാവങ്ങളെയും നമ്മുടെ ഞാൻ എന്ന ഭാവത്തെയും ഞാൻ വീഴത്തില്ല. അതുകൊണ്ടാ പറഞ്ഞത് അപ്പോസ്തലനായ പൗലോസ് റോമ വിശ്വാസത്തിൽ പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും ഓർത്തണം, നിൽക്കുന്നു എങ്കിൽ വീഴാതിരിപ്പാൻ നോക്കട്ടെ, ഞെളിയാതെ ഭയപ്പെടുക. പറയാണ്, നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ നിൽക്കുന്നു എങ്കിൽ നിങ്ങൾ ഓർത്തോണം, നിങ്ങളുടെ ബോധം ഇതായിരിക്കണം, വീഴാതിരിപ്പാൻ നോക്കട്ടെ. നിങ്ങൾ ആരും ഞെളിയരുത്, നിങ്ങൾ ആരും ഒത്തിരി എന്താ പറയണ്ടേ, അങ്ങ് ചീർക്കരുത്, ഇതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല, ഞങ്ങൾക്കിത് എന്ന് പറയുന്ന മനോഭാവം ഉണ്ടാകരുത്. ഭയത്തോടെ ദൈവത്തെ സേവിക്കുക, വീഴാതെ താങ്ങുന്ന കർത്താവിൽ ആശ്രയിക്കുക. ഈ ഹ്യൂമിലിറ്റി ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമാണ് ഫോർഗീവ്നെസ്സിന്. ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കുമ്പോൾ, ഞാൻ എന്റെ പരിമിതികളെ മനസ്സിലാക്കുമ്പോൾ, എന്റെ വൾണറബിലിറ്റിയെ ഞാൻ മനസ്സിലാക്കുമ്പോൾ, ഞാൻ ബിയോണ്ട് ടെംപ്റ്റേഷൻ അല്ല, ഞാൻ പ്രലോഭനങ്ങൾക്ക് അപ്പുറമുള്ള ഒരാളല്ല, പ്രലോഭനങ്ങളാൽ എപ്പം വേണേലും വീഴാൻ സാധ്യതയുള്ള ഒരാളാണെന്നുള്ള ബോധ്യം എനിക്കുള്ളപ്പോൾ എനിക്ക് എന്തുണ്ടാകും? എനിക്ക് താഴ്മയുണ്ടാകും. ആ താഴ്മ എന്നെ എന്തിലേക്ക് നയിക്കുമെന്ന് അറിയാമോ? എനിക്ക് താഴ്മയുണ്ടെന്നുള്ള ഒരു അവകാശവാദത്തിലേക്കല്ല, പിന്നെയോ അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കാനുള്ള ആ ദൈവകൃപ എന്റെ മേൽ, നമ്മുടെ മേൽ ദൈവം പകരും. അല്ലാതെ ഞെളിയുന്ന ഒരാളെ കൊണ്ട് കർത്താവ് എങ്ങനെ അത് ചെയ്യും? സ്വയം നിഗളിക്കുന്ന ഒരാളെ കൊണ്ട് എങ്ങനെ അത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നാം ചിന്തിക്കുമ്പോൾ
ദൈവസ്ഥനിൽ നമ്മൾ ഓർക്കുക. ഞാൻ നാളുകൾക്ക് മുമ്പ് നിങ്ങളോട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ലിബിയായി വെച്ചുണ്ടായ ഒരനുഭവം. രണ്ട് സഹോദരിമാർ തമ്മിൽ വലിയ അവര് റൂംമേറ്റ്സ് ആണ്. അവർ തമ്മിൽ വളരെ ശത്രുതയുണ്ടായി, വളരെ പിണക്കുണ്ടായി. എങ്ങനെ ശ്രമിച്ചിട്ടും അവർക്ക് ഒരാൾക്ക് ആഗ്രഹമുണ്ട് നിരപ്പാകണമെന്ന്, വേറൊരാളൊന്നും ഒട്ടും തയ്യാറല്ലാതെ ഒരു ഭയങ്കര സ്റ്റബണായി. അങ്ങനെ ഒരു ദിവസം സഭായോഗം കഴിഞ്ഞ് ഞങ്ങൾ തീരുമാനിച്ചു അവരോട് പേഴ്സണലായി സംസാരിക്കാൻ. ഞങ്ങൾ അവരെ മുറിയിലേക്ക്, ചർച്ചിന്റെ തന്നെയുള്ള ലൈബ്രറിയിലേക്ക് ഞങ്ങൾ അവരെ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടും അവരുടെ അടുത്തിരുന്നു. അങ്ങനെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ വളരെ ആഗ്രഹത്തോടെയാണ് സംഭാഷണം പ്രാർത്ഥിച്ച് ആരംഭിച്ചത്. അപ്പോൾ ഒരാൾ ശക്തമായി പറഞ്ഞു, ഒരു സഹോദരി ശക്തമായി പറഞ്ഞു, ഇല്ല പാസ്റ്റർ എന്തൊക്കെ പറഞ്ഞാലും ശരി, ആന്റി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഇവളോട് ക്ഷമിക്കത്തില്ല. കാരണം ഇവൾ എന്നോട് അങ്ങനെയാ ചെയ്തത്, ഞാൻ അവളെ അങ്ങനെയല്ല കരുതിയത്, പക്ഷെ അവൾ എന്നോട് ഇങ്ങനെയാ ചെയ്തത്. അപ്പൊ ഞങ്ങൾ രണ്ടും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ദൈവ സഭായോഗങ്ങൾ കഴിഞ്ഞ് കൂട്ടായ്മയെ ആചരിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നത് സഹോദരങ്ങൾ തമ്മിൽ നിരപ്പുണ്ടാകണം, ക്ഷമയുണ്ടാകണം, അവർ തമ്മിൽ പൊറുക്കണം എന്നൊക്കെ വലിയ ആഗ്രഹത്തോടെ വലിയ വാഞ്ചയോടെ അവരെ വിളിപ്പിച്ചിട്ട് എങ്ങും എത്താത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ ഞങ്ങള് അടുത്തത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒന്ന് സ്തംഭിച്ചു പോയി. അപ്പൊ കാരണം സംസാരത്തിന് പോലും അവിടെ ഇടയില്ല. ഒരാൾ തീർത്തു പറഞ്ഞു, ഞാൻ ഇന്നും ആ ശബ്ദം എന്റെ കാതുകളിലുണ്ട്. ഇന്ന് അവളുടെ പേരും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവർ രണ്ടും തമിഴിയൻസ് ആണ്, പക്ഷെ അവർ മലയാളം സംസാരിക്കും. നമ്മുടെ ആ ചർച്ചിൽ എല്ലാ സ്റ്റേറ്റുള്ളവരും ഉണ്ട്. അപ്പൊ അവര് തീർത്തു പറഞ്ഞു, എന്ത് പറഞ്ഞാലും ശരി ഞാൻ ഇവളോട് ക്ഷമിക്കത്തില്ലെന്ന് പറഞ്ഞു. ഒരു കാരണവശാലും ക്ഷമിക്കത്തില്ല, അതെന്റെ തീരുമാനമാണെന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് ഹൃദയത്തിലേക്ക് വലിയൊരു ഭാരമുണ്ടായി. കർത്താവെ, ഒരു നിരപ്പിന്റെ ശുശ്രൂഷ നടക്കത്തില്ലല്ലോ എന്ന് തോന്നി മനസ്സ് ഭാരപ്പെട്ടപ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ ഒരു ചോദ്യം അവളോട് ചോദിക്കുവാൻ അത് ഇടയാക്കി. ഞാൻ ഇങ്ങനെ അവളോട് ചോദിച്ചു. ഞാൻ ചോദിച്ചു, കുഞ്ഞെ, നീ ഒരു കാര്യം ഓർത്തേ, ഇന്ന് ഈ പകൽ നീ പറയുന്നു നിന്റെ ക്രിസ്തുവിൽ സഹോദരിയും നിന്റെ കൂടെ ജോലി ചെയ്യുന്ന നിന്റെ റൂംമേറ്റുമായി ഈ വ്യക്തിയോട് ഒരിക്കലും ക്ഷമിക്കത്തില്ല എന്ന് നീ തീർത്ത് ഞങ്ങൾക്കൊരു ചാൻസ് പോലും തരാതെ, ദൈവത്തിന് ഇടം പോലും തരാതെ, അവൾക്കും ഒരു ചാൻസ് കൊടുക്കാതെ, ഞാൻ പറഞ്ഞല്ലോ, ആ forgiveness giving them the right to receive justice for a wrong done to you. നമ്മളോട് ചെയ്ത തെറ്റിന് ഒരു പ്രായശ്ചിത്തമായി ഒരു അവസരം കൊടുക്കുന്നതാണ് forgiveness. ഒരു നീതിയുടെ കരം നീട്ടുകയാ, ഒരു മടങ്ങിവരവിന്, ഒരു നിരപ്പിന്, ഒരു പ്രായശ്ചിത്തത്തിന് ഒരാൾ റെഡിയാ. പക്ഷെ മറ്റൊരാൾ അതിന് അവസരം കൊടുക്കുന്നില്ലെങ്കിൽ അത് ഒന്നും ചെയ്യാൻ അവിടെ കഴിയാത്തൊരവസ്ഥയിൽ പെട്ടെന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ഈ ചോദ്യം അവളോട് ചോദിച്ചു, ഒറ്റ ചോദ്യം ചോദിച്ചേ, ഓക്കെ ശരി, നീ അതിന് തയ്യാറല്ല എങ്കിൽ ഞങ്ങൾ നിസ്സഹായരാണ്, നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. പക്ഷെ ഒരു ചോദ്യത്തിന് നീ ഉത്തരം തരണം. ആ ചോദ്യം ഇതാണ്, നീ ദൈവസന്നിധിയിൽ പോയി ഇനിയും പ്രാർത്ഥിക്കുമ്പോൾ നീ ദൈവത്തോട് പ്രാർത്ഥിക്കുമോ, ദൈവമേ എന്റെ തെറ്റുകളെ എന്നോട് ക്ഷമിക്കണമേ, എന്റെ പാപങ്ങളെ എന്നോട് പൊറുക്കണമേ, ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തു പോയത് അല്ലെ ഇനി നീ ചെയ്യാവുന്നതും നീ ചെയ്തതുമായത് നീ പ്രാർത്ഥിക്കും. അത് ഞാൻ പ്രാർത്ഥിക്കും. ഞങ്ങൾ പറഞ്ഞു, നീ ക്ഷമിക്കപ്പെടത്തില്ല, നീ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. നീ പോയി ഇനിയും ദൈവസന്നിധിയിൽ മുട്ടുമടക്കി എന്നോട് ക്ഷമിക്കണമേ, എന്റെ തെറ്റുകളെ പൊറുക്കണമേ എന്ന് നീ ഇനി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. കാരണം നിനക്കത് പ്രാർത്ഥിക്കാൻ ദൈവവചനം അവകാശം തരും. ഇന്നുകൊണ്ട് ഈ ലൈബ്രറി റൂമിൽ നിന്ന് നീ എഴുന്നേൽക്കുമ്പോൾ നീ ഇവൾക്കൊരു അവസരം കൊടുക്കാതെ നീ ഇവിടുന്ന് എഴുന്നേൽക്കുമ്പോൾ ഓർത്തോണം, നീ ഏത് അവസരമാണ് നഷ്ടപ്പെടുന്ന അറിയാമോ? ഇനി നിനക്ക് നിന്റെ ജീവിതകാലത്ത് ദൈവസന്നിധി പോയി നിന്റെ പാപക്ഷമയ്ക്കായി അപേക്ഷിക്കാൻ കഴിയത്തില്ല. ഒരുപക്ഷെ നിനക്ക് മിഥ്യാധാരണയിൽ അപേക്ഷിക്കാം, പക്ഷെ ദൈവവചനത്തിന്റെ സത്യം ഇതാണ്. യേശു വ്യക്തമായി വിളിച്ചു പറഞ്ഞു, നിങ്ങളോട് തെറ്റ് ചെയ്തവരോട് മനഃപൂർവ്വമായി ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്വർഗസ്നായ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കും. അതുകൊണ്ട് നീ ഒരു തീരുമാനമെടുത്ത് ഇവിടുന്ന് ഇറങ്ങാവൂ. ഇനി മേലാൽ ദൈവസന്നിധി പോയി ക്ഷമയ്ക്കായി പ്രാർത്ഥിക്കാൻ. എന്റെ പ്രിയരെ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഈ വചനം പറഞ്ഞ ഞാനൊന്ന് ചിന്തിക്കുകയാണ്. എന്തെന്നറിയോ, നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു ഓർഡർ വരുവാന്ന് വിചാരിച്ചു, ഇനി ഒരിക്കലും നിങ്ങൾക്ക് പാപക്ഷമയ്ക്കായി നിങ്ങൾക്ക് തെറ്റ് ചെയ്തിട്ട് ഇനി അതിനൊരു ക്ഷമ ചോദിപ്പാൻ ദൈവത്തിൽ വരാൻ അവകാശമില്ല. കാരണം നിങ്ങൾ തന്നെ ആ അവകാശം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. എന്തുകൊണ്ട്? ഞാൻ ഇനിയും ആ വ്യക്തിയോട് ക്ഷമിക്കത്തില്ല എന്ന് നിങ്ങൾ പറഞ്ഞ നാവ് കൊണ്ട് തന്നെ നിങ്ങളുടെ വിധി വന്നിരിക്കും. എന്ത് സംഭവിച്ചെന്നറിയാമോ പ്രിയരെ? എന്ത് സംഭവിച്ചെന്നറിയാമോ? അത് പറഞ്ഞു തീർന്ന നിമിഷം, ഇത് പറഞ്ഞു തീർന്ന നിമിഷം അവൾ ആള് മാറി. അവള് പറഞ്ഞു,
എനിക്കൊരിക്കലും അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ ക്ഷമയില്ലാതെ, ദൈവം എന്നോട് ക്ഷമിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ ഇവിടുന്ന് വിട്ടാൽ ഞാൻ എങ്ങനെ പിന്നെ ജീവിക്കും? ഞാൻ ചോദിച്ചു, അതുകൊണ്ട് നീ എന്ത് തീരുമാനം എടുക്കുന്നു? ഞാൻ എന്റെ സഹോദരിയോട് ക്ഷമിക്കാൻ തയ്യാറാണെന്ന് ആ നിമിഷം അവൾ ഏറ്റുപറഞ്ഞു, കരഞ്ഞു, പ്രാർത്ഥിച്ചു. രണ്ടുപേരും തമ്മിൽ പരസ്പരം ആലിംഗനം ചെയ്ത് ആ സ്നേഹബന്ധം ആത്മാർത്ഥമായി പുതുക്കപ്പെട്ടു. എന്ത് ചെയ്തു? ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ആ നീതിയുടെ വേണ്ടി, അവൾക്ക് നീതി ലഭിപ്പാൻ, അവൾ തെറ്റ് ചെയ്തെങ്കിൽ അതിനൊരു അവസരം, അവിടെ പ്രായശ്ചിത്തത്തിനുള്ള അവസരം കൊടുക്കാൻ ദൈവം ഇടയാക്കി. അതെന്റെ ജീവിതത്തെ വല്ലാതെ പിടിച്ചുലച്ച ഒരു വർഷങ്ങളായി ആ സംഭവം നടന്നിട്ട് ഞാൻ ഇന്ന് രാത്രി ഇത് പറയുന്നത് ചോദിച്ചാൽ, എന്റെ പ്രിയരെ, നമ്മളിൽ ആരെങ്കിലും ചിന്തിക്കുകയാണ് ഇതങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല, ഇതങ്ങനെ പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ല എങ്കിൽ ഓർത്തോ, നമുക്ക് ഒരു മറുപടി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് തൊട്ട് ആ പ്രാർത്ഥന നിർത്തിക്കോണം. ദൈവസന്നിധി ചെല്ലുമ്പോൾ മേലാൽ പ്രാർത്ഥിക്കരുത്, കർത്താവേ ഞങ്ങളുടെ തെറ്റുകളെ, എന്റെ തെറ്റുകളെ എന്നോട് ക്ഷമിക്കണേ, ഞാൻ ദേഷ്യപ്പെട്ടു, ഞാൻ കുഞ്ഞുങ്ങളോട് ദേഷ്യപ്പെട്ടു, അല്ല ഞാൻ ഇപ്രകാരം അവിടെ ഞാൻ ചാടി കയറി സംസാരിച്ചു, അല്ല ഇപ്രകാരം ഞാൻ ദോഷം എന്റെ ഉള്ളിൽ നിരൂപിച്ചു, ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല, അല്ലെ കൊടുക്കേണ്ട പോലെ കൊടുക്കാൻ കഴിഞ്ഞില്ല, എനിക്ക് ചിലരോട് സ്നേഹത്തോടെ പെരുമാറാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഞാൻ അടുത്താത്ത് കണ്ടു സംസാരിച്ചു എന്ന് പറഞ്ഞെങ്കിൽ അങ്ങനെയുള്ളവർ ദയവായി പ്രാർത്ഥിക്കേണ്ട. കാരണം ക്ഷമിക്കാൻ കഴിയത്തില്ലെന്ന് ഇന്നെന്നെ കേൾക്കുന്ന ആരെങ്കിലും ഞാനോ പറയുവാണെങ്കിൽ നാം തന്നെ വിധിച്ചു, നമ്മുടെ തീരുമാനം കൽപ്പിച്ചു, ഇനി എനിക്ക് ദൈവത്തിന് ക്ഷമ വേണ്ട. അതിന് തന്റെ ഇടമുള്ള തീരുമാനം എടുക്കട്ടെ. അതായത് എനിക്കിനി സർവശക്തനായ ദൈവത്തിൽ നിന്ന് പുത്രനിലൂടെ എനിക്കിനി ഒരു പാപക്ഷമയുടെയും ആവശ്യമില്ല. കാരണം ഞാൻ ഇനി ഒരു തെറ്റും മരണം വരെ ചെയ്യത്തില്ല. അതെ, എന്റെ കയ്യിൽ നിന്ന് ഒരു അപാകതയും ഒരു അപക്വതയും തെറ്റ് സംഭവിക്കത്തില്ല. അതുകൊണ്ട് എനിക്കിനി ഈ ഫോർഗീവ്നെസ്സിന്റെ ആവശ്യമില്ലെന്ന് ധൈര്യത്തോടെ പറയാൻ കഴിവുള്ളവർ ക്ഷമിക്കണ്ട. അങ്ങനെ പറയാൻ കഴിവുള്ള ആരും ഉലകത്തിൽ. അപ്പൊ നമ്മുടെ മുന്നിൽ ഏക ഓപ്ഷനേ ഉള്ളൂ, ഗീവ് ദം റൈറ്റ്, അല്ലെ? അവരെ റിഗ്രറ്റ് ചെയ്യുവാനും, അവർക്ക് അത് അനുദപിക്കാനും, അവർക്ക് ആ ക്ഷമ പ്രാപിപ്പാനും നമുക്ക് ഈ അവസരം വേണ്ടതാ. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ എന്നോട്, എനിക്കും വേണം, ഞാനും വന്ന് എന്നോട് ക്ഷമിക്കണേ, ഞാൻ അങ്ങനെ സംസാരിച്ചു പോയി, പെട്ടെന്നുള്ള എന്റെ ദേഷ്യത്തിലായിരിക്കാം, പെട്ടെന്നുള്ള ഒരു വികാരത്തിലായിരിക്കാം, ഞാൻ അങ്ങനെ ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണേ എന്ന് പറയുമ്പോൾ എനിക്കും ഇത് ആവശ്യമാണ്. എന്റെ അടുത്തും സഹോദരങ്ങൾ വരുമ്പോൾ ഞാനും അത് ചെയ്യേണ്ടത്. രാത്രി ഈ വചനത്തിൽ ഒന്നുകൂടെ ഉറയ്ക്കുവാൻ, അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയാമോ? നാം നമ്മുടെ സഹോദരങ്ങളെ, അവരുടെ തെറ്റുകളെ ക്ഷമിക്കാതെ അവരെ പിടിച്ചാൽ, അല്ലെങ്കിൽ അവരെ എന്താ പറയണ്ടേ, അവരെ തെറ്റുകാരായി അവർക്കൊരു അവസരം കൊടുക്കാതെ വിട്ടയച്ചാൽ എന്ത് സംഭവിക്കും? പിന്നെ നമ്മളെ പിടിക്കുന്നത് ദൈവമായി. എന്നാൽ നാം നമ്മുടെ സഹോദരങ്ങളോട്, പ്രിയരോട്, നമ്മളോട് ആരോടായിക്കോട്ടെ നാം മനഃപൂർവ്വമായി ക്ഷമിച്ചാൽ പിന്നെ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് കർത്താവായിരിക്കും. അവന്റെ സ്നേഹ ആർദ്രതയോടും ആദരവും കൊണ്ട് അവൻ നമ്മളെ മൂടും. അവൻ ദീർഘമായി നമ്മളോട് ക്ഷമിക്കും. അവൻ നമ്മളെ കരുതും. അവൻ നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷം, നമ്മൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നയിപ്പാൻ കഴിയും. നാം തീരുമാനിക്കണം ഏത് സ്റ്റാൻഡ് നമ്മൾ എടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ തീരുമാനങ്ങൾ അപ്രകാരമായിട്ട് 1-2 പോയിന്റുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ ഒരു വഴി, അണ്ടർസ്റ്റാൻഡിങ് ദ വേ ജീസസ് forgave us will always make us more generous with forgiveness. അതായത് യേശു നമ്മളോട് ക്ഷമിച്ച ആ വഴി അല്ലെങ്കിൽ ആ രീതി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ഷമയുടെ കാര്യത്തിൽ ഔദാര്യ മനോഭാവമുള്ളവരായി തീരാൻ കഴിയും. കർത്താവ് നമ്മളോട് ക്ഷമിച്ച വിധങ്ങൾ നമ്മൾ ഓർത്താൽ, ഗ്രഹിച്ചാൽ, നമ്മളത് മനസ്സിലാക്കിയാൽ ഏറ്റവും വലിയ ഗുണം എന്നു ചോദിച്ചാൽ, നമ്മൾ സമ്പത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ നമ്മൾ മറ്റുമല്ല, നമ്മൾ ജനറോസിറ്റി എന്ന് പറയുന്നത് ഏത് കാര്യത്തിൽ ഉണ്ടാവുമെന്നറിയാവോ? ക്ഷമയുടെ കാര്യത്തിൽ നമ്മൾ ഉദാര മനസ്കരായിരിക്കും. നമുക്ക് ഒരു ഹൃദയ വിശാലത തന്നെ ഉണ്ടാവും. ഏതോർക്കുമോ? കർത്താവ് നമ്മളോട് ക്ഷമിച്ച ക്ഷമയുടെ ആ രീതി, ആ വേ ഓഫ് എന്താണ് ഫോർഗീവ്നെസ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. God holds back his anger a very long time when we sin against him. നാം അവനോട് പാപം ചെയ്തപ്പോൾ ദൈവം എന്ത് ചെയ്തു? തന്റെ കോപത്തെ ഒത്തിരി കാലമുണ്ടല്ലോ അവൻ പ്രദർശിപ്പിക്കാതെ, ആ കോപത്തിൽ നമ്മളെ ദഹിപ്പിച്ച് കളയാതെ അവനത് അടക്കി വെച്ച ദൈവമാണ്. He bears with us a long time even when we sorely provoke him. നമ്മൾ ദൈവത്തെ പ്രകോപിപ്പിക്കുന്ന
പല സമീപനങ്ങളും നമ്മിൽ നിന്നുണ്ടായപ്പോൾ നമ്മളെ ദീർഘനാൾ ദൈവം സഹിച്ചതാ. ഇന്നും സഹിക്കുന്നു. ഇന്നും കർത്താവ് നല്ലപോലെ നമ്മളെ സഹിക്കുന്നതുകൊണ്ടാ നമുക്ക് ഓരോ ദിവസവും പുതുക്കം പ്രാപിച്ച് മുന്നേറാൻ കഴിയും. അപ്പം ഓർത്തോളം, നമ്മളോടുള്ള കോപം ദൈവം ഉടനടി പ്രദർശിപ്പിച്ചിരുന്നെങ്കിൽ നമ്മൾ ചാരമായി പോയേനെ. നമ്മളോ ദൈവത്തെ പ്രകോപിപ്പിച്ചതിനും കോപിപ്പിച്ചതിനും ഒത്തവണ്ണം ദൈവം അതിന് ദീർഘക്ഷമ തരാതെ, ദീർഘകാലയളവ് തരാതിരുന്നെങ്കിൽ നമുക്ക് ഈ പാപക്ഷമയ്ക്കും പാപമോചനത്തിനും അർഹത പോലും കിട്ടത്തില്ലായിരുന്നു. അപ്പൊ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? ശരിക്കും ദീർഘക്ഷമയോടെ മനുഷ്യരോട് ഇടപെടുന്നുണ്ട്, തന്റെ മക്കളോട് ഇടപെടുന്നുണ്ട്. ഈ ക്യാരക്ടർ നമ്മൾ പ്രതിഫലിപ്പിച്ചേ പറ്റൂ. അതുപോലെ തന്നെ ദൈവം ഒരാളോട് ക്ഷമിച്ചാൽ, God forgiveness offers complete restoration and honor in that. അതാണ് ദൈവത്തിന്റെ പാപക്ഷമയുടെ പ്രത്യേകത. ദൈവം ഒരാളോട് ക്ഷമിക്കുമ്പോൾ ആളെ പൂർണ്ണമായി യഥാസ്ഥാനപ്പെടുത്തും, ആദരിക്കുകയും ചെയ്യും. ഇൻ ദ ഹാബിറ്റ് ഓഫ് മാൻ, മനുഷ്യന്റെ ശീലം എന്നാണെന്നറിയാവോ? We feel we should be complimented when we merely tolerate those who sin against us. നമ്മളോട് പാപം ചെയ്തവരോട് നമ്മൾ ക്ഷമിക്കുകയോ നമ്മളവരെ കഷ്ടിച്ച് കേവലം ഒന്ന് സഹിക്കുകയോ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിന് കോംപ്ലിമെന്റ് ചെയ്യപ്പെടണം, പ്രശംസിക്കപ്പെടണം, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മളെ അനുമോദിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. എന്ത്? ദൈവം ഒരാളോട് ക്ഷമിച്ചാൽ, ബൈബിളിലെ ഉദാഹരണം നമുക്കറിയാമല്ലോ. യേശു പത്രോസിനോട് ക്ഷമിച്ചപ്പം എങ്ങനെയാണ് പത്രോസിനെ റിസ്റ്റോർ ചെയ്തത്, യഥാസ്ഥാനപ്പെടുത്തിയത്, എങ്ങനെയാണ് ആദരിച്ചത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ മനുഷ്യന്റെ ശീലം എന്നറിയാവോ? ഞാൻ ഒരാളോടൊന്ന് ഇച്ചിരി ഒരു പോട്ടെ എന്നൊന്ന് വെച്ചാൽ തന്നെ ഞാൻ ആഗ്രഹിച്ചു പോകും. അയ്യോ, പാസ്റ്റർ ചോദിക്കണം, എന്നാലും റീന നീ അവരോട് പോട്ടെന്ന് വെച്ചല്ലോ, നീ ഒരു മഹാസംഭവമാണ്. അയ്യോ, എന്നാലും റീന നീ അവരോടും ക്ഷമിച്ചല്ലോ, നിന്നെ പോലെ ഒരു സത്യം പറഞ്ഞ ഒരാളെ ഞാൻ ഭൂമി കണ്ടിട്ടില്ല. റീന എന്നാലും നീ അവരോട് എങ്ങനെ ഇത്രയും സാരമില്ലെന്ന് വെച്ചു? ഞാൻ മാനുഷിക പ്രകൃതിയിൽ ഒരു കോംപ്ലിമെന്റ്. യേശുവിനെ ശ്രദ്ധിച്ചോ? യേശുവിന്റെ ക്ഷമയുടെ പ്രത്യേകതകൾ. യേശു എങ്ങനെയാണ് അവിടെ നിന്ന്? യേശു ഇങ്ങനെ നിന്നില്ല. കണ്ടോ, ഞാൻ പീറ്ററിനോട് ക്ഷമിച്ചു, എന്താ ആരും എന്നെ പ്രശംസിക്കുന്നില്ലേ, ആരും എന്നെ അഭിനന്ദിക്കുന്നില്ലേ, ആരുടെ കൈയടിക്ക് വേണ്ടിയല്ല യേശു ക്ഷമിച്ചത്. പിന്നെയോ പത്രോസ് മടങ്ങി വരാൻ തയ്യാറായപ്പോൾ അവന് കൊടുക്കേണ്ട സ്ഥാനവും ശുശ്രൂഷയും കൊടുക്കുവാൻ യേശു ജനറസ് ആയിരുന്നു. അതിനുള്ള ഉദാര മനസ്സുണ്ടായിരുന്നു യേശുവിന്. അതാണ് ദൈവത്തിന്റെ ഫോർഗീവ്നെസിന്റെ ക്വാളിറ്റി. അതുകൊണ്ട് ഓർത്തോണം, ആ ഫോർഗീവ്നെസിന്റെ സ്റ്റാൻഡേർഡാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. അത് ഒരു ദിവസം കൊണ്ട് നടക്കത്തില്ല. അപ്പൊ ഒന്ന് നമ്മൾ പറഞ്ഞു, യേശു വെച്ച കണ്ടീഷൻ നമ്മുടെ മുമ്പിൽ ഒരു വാള് പോലെ തൂങ്ങി കിടക്കുക, അല്ലേ? യേശു വെച്ച വ്യവസ്ഥ, നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങളും ക്ഷമിക്കത്തില്ല. രണ്ട്, യേശു നമ്മളോട് ക്ഷമിച്ച ക്ഷമയുടെ ആ രീതി മനസ്സിലാക്കുമ്പോൾ എന്ത് ഗുണമുണ്ടാകും? നമുക്ക് ഔദാര്യ മനസ്സോടെ മറ്റുള്ളവർ ക്ഷമിക്കാൻ. ഇനി ക്ഷമിക്കുമ്പോൾ എന്തോർത്തോണം? ഞാനൊരാളെ ഞാനാണെങ്കിൽ ക്ഷമിച്ചു, പാസ്റ്റോട് തെറ്റി, പിന്നെ പാസ്റ്റോട് എന്റെ മനസ്സലിവ് കൊണ്ട്, അല്ല തിരിച്ച് എന്നോട് ഞാൻ ക്ഷമിച്ചുകൊണ്ടാണ് നീ ഇന്ന് ജീവിച്ചിരിക്കുന്നത്, ഞാൻ ക്ഷമിച്ചില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. ഞാൻ ഓരോ സമയത്തും കിട്ടുന്ന അവസരത്തിൽ എന്ത് പറയും? ഓരോ അവസരം കിട്ടുമ്പോ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു തന്നാലും എന്നെ ഒന്ന് അപ്പൊ എന്താ സംഭവിക്കുന്നത്? അതാണ് മനുഷ്യ പ്രകൃതി. പക്ഷെ ക്രിസ്ത്യൻ സ്റ്റാൻഡേർഡ് അങ്ങനെ ആകാൻ പാടില്ല. കാരണം നമ്മൾ വേൾഡ്ലി ക്രിസ്ത്യൻ അല്ല, ലോകമയത്തമുള്ള ക്രിസ്ത്യാനികൾ എന്ന് പറയട്ടെ. പക്ഷെ ലോകോത്തര ക്രിസ്ത്യാനികൾ, വേൾഡ് ക്ലാസ് ക്രിസ്ത്യൻസ് എന്ന് പറയണം. ഞങ്ങളുടെ എന്ത് പറയട്ടെ, ഏറ്റവും അത്യുന്നതനായ ക്രിസ്തുവിന്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് ഞങ്ങളുടെ ക്ഷമയ്ക്കും ആ സ്റ്റാൻഡേർഡ് ഉണ്ട്.
ഞങ്ങളൊന്ന് ക്ഷമിച്ചിട്ട് ഇപ്പൊ എന്താ ഞാൻ അങ്ങ് പോട്ടെന്ന് വെച്ചെന്ന്. ഒയ്യോ, എന്നാലും റീനോ നീ പോട്ടെന്ന് വെച്ച് അപ്പൊ എനിക്കങ്ങ് ഞാനങ്ങ് കുളിര് പോരും. കാരണം ഞാൻ പോട്ടെന്ന് വെച്ചത് എത്ര പേര് തിരിച്ചറിഞ്ഞു. ഞാനങ്ങ് എന്താ പറയണ്ടേ, ഭയങ്കര ആഹ്ലാദ ഭരിതയാവും. ബിക്കോസ് എനിക്ക് എന്നെ തന്നെ ഒരു വെളിവളായി തോന്നും. ഞാൻ ക്ഷമിച്ചിട്ടാണ്, ഇല്ലെങ്കിൽ കാണായിരുന്നു എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് മുന്തിന്റെ കൂടെ ഒരു തള്ളെന്ന് പറഞ്ഞ് ഒരാൾ പറയുന്നത്, ഇപ്പൊ റീന അവരോട് മിണ്ടുവോ? എന്നാലും എന്റെ റീന സമ്മതിച്ചെന്ന്. അപ്പോഴത്തേക്ക് ഞാൻ ആനന്ദത്തിൽ അങ്ങ് ആറാടി, എന്റെ സന്തോഷം നിറയും. ബിക്കോസ് ഞാൻ ആ കോംപ്ലിമെന്റ് പ്രതീക്ഷിക്കുന്നു. ഞാൻ അവരെ യഥാസ്ഥാനപ്പെടുത്തിയില്ല, ആദരിച്ചില്ല. പക്ഷേ ഒന്ന് പോട്ടെന്ന് വെച്ചപ്പം തന്നെ ഞാൻ അങ്ങ് സഹിക്കും. അങ്ങ് പോട്ടെ, പോട്ടെ എന്ത് വെക്കുമ്പോൾ തന്നെ എനിക്ക് കോംപ്ലിമെന്റ്സ് കിട്ടണം. പക്ഷെ കർത്താവ് എന്തോ ചെയ്തേ? ക്ഷമിച്ചു. കർത്താവ് പുറത്തു. കർത്താവ് യഥാസ്ഥാനപ്പെടുത്തി. കർത്താവ് ആദരിച്ചു. നമ്മളെ ദൈവിക കോടതിയിൽ കുറ്റവിമുക്തരാക്കിയിട്ട് ഇരുട്ടിന്റെ രാജ്യത്തിലേക്ക് പറഞ്ഞു വിട്ടില്ല. പിന്നെയോ വെളിച്ചത്തിന്റെ രാജ്യത്തിലേക്ക് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. അത് പിതാവിന്റെ രാജ്യത്തിലേക്ക്, ആ ആത്മീക ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിച്ച് നമ്മളെ യഥാസ്ഥാനപ്പെടുത്തി, നമ്മളെ ആദരിച്ചു. അവന്റെ ക്ഷമ കേവലം പോട്ടെ എന്ന് വെക്കുന്ന ഒരു ടോളറേഷൻ അല്ല, മറിച്ച് വരിക എന്ന് വിളിച്ച് മാറോട് ചേർക്കുന്ന ഒരാദരവ്. മനുഷ്യന്റെ ഫോർഗീവ്നെസ് പോട്ടെ എന്ന് വെച്ച് വിട്ടുകളയുന്ന ഒരു ക്ഷമയാവുമ്പോൾ ദൈവത്തിന്റെ ക്ഷമ എന്ന് പറയുന്നത് വരെ ക്ഷമിച്ചിട്ട് അരിക വിളിച്ച് ചേർത്ത് പിടിച്ച് യഥാർത്ഥ റിസ്റ്റോർ ചെയ്ത് ആദരിക്കുന്ന ക്ഷമയാണ്. അവിടെ കർത്താവ് ആ കടൽക്കരയിൽ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കരുതി. ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാം, അവര് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു മീൻ പിടിക്കാൻ പോയി. നമ്മളായിരുന്നെങ്കിലോ എന്തെല്ലാം പറഞ്ഞേന്. ഇത്രയൊക്കെ അത്ഭുതങ്ങൾ കണ്ടിട്ട് ഇവർക്കെന്താ? ഇവർക്കറിയത്തില്ലേ? യേശു യഥാസ്ഥാനപ്പെടുത്തുന്ന രീതി ഒന്ന് വായിക്കണം. യോഹന്നാൻ ഇപ്പൊ എടുക്കണ്ട, യോഹന്നാൻ 21 നിങ്ങൾ പേഴ്സണലി ഒന്ന് വായിച്ചു നോക്കണം എന്റെ പ്രിയരെ. 21 അല്ലേ ലാസ്റ്റ്? ഒന്ന് വായിച്ചു നോക്കണം. എന്തോ ഒരു എന്താണ് മാർവലസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണെന്നറിയാവോ? പത്രോസിനോട് ചോദിച്ചാൽ പത്രോസ് പറയും, പീറ്റർ ഇനി ആരുടെയും കഴുത്തിന് പിടിക്കും. പീറ്റർ പറയും, എന്റെ ജീവിതകാലത്ത് പിടിക്കത്തില്ല. കാരണം ഇത്ര വലിയ പാപക്ഷമ അനുഭവിച്ച ഞാൻ ആരോട് ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം അത്രയ്ക്ക് മാധുര്യമുണ്ട് അതിന്. എന്ത് സംഭവിച്ചു? ആ ദൈവത്തിന്റെ ആ പാപക്ഷമയുടെ അനുഗ്രഹം എന്ന് പറയുന്നത് അനുഭവിച്ചവർ അവരൊരിക്കലും ആ കാര്യത്തിൽ സ്വാർത്ഥരാകരുത്. ഒരിക്കലും ആ കാര്യത്തിൽ അതെ പാപ്പരായി ജീവിക്കരുത്. ഔദാര്യമായി അതിനെ പങ്കിടുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്പൊ ദൈവത്തിന് വേണ്ടി ഇനി രണ്ടാമത്തേത് എന്ത് ചെയ്യാണ്? once having forgiven, God puts his trust in us and invites us back to work with him as co-laborers. ഒരിക്കൽ ക്ഷമിക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം എന്ത് ചെയ്യാണ്? നമ്മളെ വിശ്വസിക്കും. once having forgiven, God put his trust in us. അല്ലെങ്കിൽ നമ്മളെ വല്ല ഏൽപ്പിക്കുമായിരുന്നു? പാപികളായി ദോഷികളായ അതിക്രമങ്ങളും പാപങ്ങളും മരിച്ചവരായ നമ്മയോട് കർത്താവ് ക്ഷമിച്ചിട്ട് കർത്താവ് പറഞ്ഞോ, കാര്യമൊക്കെ ശരിയാ, ഞാൻ ക്ഷമിച്ചു, പക്ഷെ നീ ഒന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല, അതുകൊണ്ട് എന്റെ വയൽ പ്രദേശത്ത് വേല ചെയ്യണമെന്ന് പറഞ്ഞോ? once having forgiven, നമ്മളോട് ക്ഷമിച്ചു കഴിഞ്ഞിട്ട് ദൈവം എന്ത് ചെയ്തു? നമ്മളെ ട്രസ്റ്റ് ചെയ്തു. God puts his trust in us and invites us back to work with him as co-laborers. അവന്റെ സഹഭൃത്യരായി അവന്റെ വയൽ പ്രദേശത്ത് വേല ചെയ്യുവാൻ, അവന്റെ സാക്ഷികളാവുവാൻ, അവന്റെ നാമം എടുക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ തന്റെ വേലയ്ക്കാക്കി വെച്ചിരിക്കുന്നു, തന്റെ വയലിലാക്കി വെച്ചിരിക്കുന്നു. പത്രോസിനെ സ്വാഗതം ചെയ്ത പോലെ, മടക്കി വരുത്തിയ പോലെ നമ്മളെയും ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇനി മിണ്ടിപ്പോരുത്, കാരണം മിണ്ടാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല, അത്രയ്ക്കും തെറ്റാ നിങ്ങൾ ചെയ്തെന്നല്ല പറഞ്ഞേ, ഇനി നിങ്ങൾ മിണ്ടിക്കോ. എന്ത് മിണ്ടണം? വിളിച്ചവന്റെ സൽഗുണങ്ങളെ നിങ്ങൾ ഘോഷിക്കുക. ഞാൻ ഇനി ഒരിക്കലും പറഞ്ഞുകൊണ്ട് നടക്കത്തില്ല, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചു, നിങ്ങൾ പറയണം, എന്റെ കർത്താവിനോട് ക്ഷമിച്ചു. ക്ഷമിക്കപ്പെട്ടവരാ പറയണ്ടേ, ക്ഷമിച്ചവരത് പറഞ്ഞു നടക്കരുത്.
ഇന്ന് രാത്രി വീണ്ടും ഓർപ്പിക്കുന്നു, ക്ഷമിക്കപ്പെട്ടവൻ പറയട്ടെ, എന്റെ ഭാര്യ എന്നോട് ആത്മാർത്ഥമായി ക്ഷമിച്ചു, എന്റെ ഭർത്താവ് എന്നോട് ആഴമായി ക്ഷമിച്ചു, എന്റെ കുഞ്ഞുങ്ങൾ എന്നോട് ക്ഷമിച്ചു, എന്റെ അപ്പൻ എന്നോട് ക്ഷമിച്ചു, എന്റെ സഹോദരി എന്നോട് ക്ഷമിച്ചു, എന്റെ പാസ്റ്റർ എന്നോട് ക്ഷമിച്ചു, പാസ്റ്റർ എന്റെ വിശ്വാസികൾ എന്നോട് ആ ക്ഷമ, അതെ ആ ക്ഷമിക്കപ്പെട്ടവർ, അതെ അവർ പറയട്ടെ, ക്ഷമിച്ചവർ മിണ്ടാതിരിക്കുക. ദൈവത്തിന്റെ മാതൃകയാണ്. ആരാണോ ക്ഷമ പ്രാപിച്ചത് അവര് പറയട്ടെ, കർത്താവേ നിനക്ക് മഹത്വം, നീ എന്നോട് ക്ഷമിച്ചല്ലോ. നമ്മൾ എപ്പോഴും കൂടി വരുമ്പോൾ പറയുന്നില്ലേ, അതിക്രമങ്ങളും പാപങ്ങളും പരിചരായ നമ്മെ അവർ ഉയർപ്പിച്ചു, നമ്മുടെ പാപങ്ങളെ നമ്മളോട് ക്ഷമിച്ചു എന്ന് നമ്മളാ പറയുന്നത്, കർത്താവല്ല പറയുന്നത്. ഇവിടെ പലപ്പോഴും മനുഷ്യന്റെ ശീലത്തിൽ തിരിച്ചാ. ക്ഷമിക്കപ്പെട്ടവർക്ക് പറയാം, അവരെ അടിച്ചു താഴ്ത്തിക്കൊണ്ട് ക്ഷമിച്ചു പറയാം. അറിയാമോ, ഞാൻ ക്ഷമിച്ചോണ്ടാ കേട്ടോ, ഞാൻ സഹിച്ചോണ്ടാ കേട്ടോ. നമ്മുടെ കർത്താവ് നമ്മൾ ഒരിക്കൽ പോലും അങ്ങനെ പറയുന്നില്ല. തിരിച്ച് നാം കർത്താവിനോട് നന്ദിയുള്ള ഹൃദയത്തോടെ പറയുകയാണ്, അങ്ങയുടെ ക്ഷമയെ ഓർക്കുമ്പോൾ, അങ്ങയുടെ സഹിഷ്ണുതയെ ഓർക്കുമ്പോൾ, അങ്ങയുടെ കരുണയെ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് പിണ്ടാതിരിക്കാൻ കഴിയുന്നില്ല. അന്ന് അങ്ങനെ അങ്ങ് ക്ഷമിച്ചില്ലായിരുന്നു. അതിന്റെ അർത്ഥം എന്നാ ചോദിച്ചാൽ, ക്ഷമയുടെ ആ ജസ്റ്റിസ് ലഭിച്ചവർ, ആ പ്രായശ്ചിത്തത്തിന് അവസരം ലഭിച്ചവർ, ആരവസരം തന്നോ അവരോടും അവർക്ക് അവസരം തരാൻ മനസ്സ് കൊടുത്ത ദൈവത്തോടും നന്ദിയുള്ളവരായി. നാം തന്നെ വിളിച്ചു പോവരുത്, അത് വളരെ മോശമാണ്. അത് വെറും വേൾഡ്ലി ആൾക്കാരുടെ സ്വഭാവമാണ്. വേൾഡ് ക്ലാസ് ക്രിസ്ത്യന്റെ, അത്യുന്നതനായ ക്രിസ്തുവിനെ സേവിക്കുന്ന, അതെ സുപ്രീം അതോറിറ്റി ആയിരിക്കുന്ന കർത്താവിനെ സേവിക്കുന്ന തന്റെ കുഞ്ഞുങ്ങൾ, അതെ ഒരിക്കലും ഈ താണ നിലവാരം പുലർത്തരുത്. എന്തുകൂടെ ചെയ്യണം? ക്ഷമിച്ചു കഴിഞ്ഞാൽ ട്രസ്റ്റ് ചെയ്യണം. ദൈവം പത്രോസിനെ ട്രസ്റ്റ് ചെയ്തു. എനിക്കവനെ അറിയത്തില്ല എന്ന് 3 പ്രാവശ്യം ഒരു ദാക്ഷിണ്യം കൂടാതെ തള്ളിപ്പറഞ്ഞ ഒരു മനുഷ്യനെ ട്രസ്റ്റ് ചെയ്ത്, അവനെ റിസ്റ്റോർ ചെയ്ത്, കോൾ ലേബറാക്കി, അവനെ വെൽക്കം ചെയ്ത് വർക്കിലേക്ക് തിരികെ വിളിച്ച യേശുവാ നമ്മുടെ കർത്താവ്. നമുക്കെല്ലാം എന്ത് വേണമെന്നല്ലോ, അവനോന്റെ കാര്യത്തിൽ ഇതെല്ലാം വേണം. മറ്റുള്ളവരുടെ കാര്യം വരുമ്പം ഇതൊന്നും ബാധകമല്ല എന്നൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിലോട്ട് കടന്നു വരുന്നത്. ഇൻ ദ ഹാബിറ്റ് ഓഫ് മാൻ we will not trust someone who has formerly wronged him. മുന്നമേ നമ്മളോട് തെറ്റ് ചെയ്ത ഒരാളെ പിന്നെ നമ്മൾ വിശ്വസിക്കത്തേ. നമ്മൾ ഏത് സ്റ്റാൻഡേർഡിലേക്ക് മാറും എന്നുള്ളത് ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ ഒരു താരതമ്യം നമ്മൾ ചിന്തിച്ചത്. ഇന്ന് രാത്രി നാം ഈ ഹാബിറ്റ് ഓഫ് മാൻ തന്നെ നമ്മൾ നിൽക്കുവോ, ഈ ഹ്യൂമൻ സ്റ്റാൻഡേർഡിൽ തന്നെ നമ്മൾ നിൽക്കുവോ, അതോ ക്രിസ്ത്യൻ സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ ഉയർന്ന് വരിക? ഇതാണ് ഇവിടെ പറയുന്ന കാര്യം. അത് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. ഒരു കാരണവശാലും ഇത് നമുക്ക് ഒഴിവാക്കാൻ കഴിയത്തില്ല. നമ്മൾ വായിച്ച വേദഭാഗം ഒന്നുകൂടെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശുദ്ധരും ദൈവത്തിന് പ്രിയരുമാകിയാൽ നിങ്ങൾ മനസ്സലിവ്, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുക. പരസ്പരം ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യും. നിങ്ങളിൽ ഒരാൾക്കും മറ്റൊരാൾക്കെതിരെ പരാതി ഉണ്ടായാൽ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കുക. എല്ലാറ്റിലും ഉപരിയായി എല്ലാവരെയും തമ്മിൽ സമ്പൂർണമായി പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായ സ്നേഹം ധരിക്കുക. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പി. ആ സ്നേഹം ധരിക്കുക എന്നുള്ള ഒരു വലിയ കോളിന് ദൈവം നമുക്കിവിടെ നൽകി തരിക. എന്താണെന്നറിയോ? ലവ് ഈസ് ദ ക്രൗണിങ് ഗ്ലോറി ഓഫ് ഓൾ. ശരിക്കും ആ മഹത്വ കിരീടമാണ് സ്നേഹമെന്ന് പറയുന്നത്. ഏറ്റവും ഉയർന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ വേണേ പറയാം, above all, upon all, over all, as an outer garment envelops all the clothing. ഇതുവരെ ധരിക്കാൻ പറഞ്ഞ എല്ലാ വസ്ത്രത്തിന്റെ മുകളിൽ ധരിക്കേണ്ട ഒരു കുപ്പായം, പുറം കുപ്പായം, ഒരു ഔട്ടർ ഗാർമെന്റ് ആണ് സ്നേഹം. അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് പറയാം, ബന്ധങ്ങളെ love serves as the glue that truly summons the relationship the Christian have. അതായത് ക്രിസ്ത്യാനികളെ ബന്ധങ്ങളിൽ ഒന്നിച്ച് ചേർക്കുന്ന, അതെ ആ ഒട്ടിക്കുന്ന പശയാണ് അതേ സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹത്തെ അതെ തലയിൽ വെക്കുന്ന മഹത്വമുള്ള കിരീടത്തോട് ഉപമിക്കാൻ നമുക്ക്. ഏത്
സ്നേഹത്തെ നമുക്കൊരു ഔട്ടർ ഗാർമെന്റ് ആയി പറയേണ്ട, ധരിക്കാൻ അനേക കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ട് അതിന്റെ ഏറ്റവും മുകളിൽ ധരിക്കേണ്ട ആ ഗാർമെന്റ് ആയി സ്നേഹം ബന്ധങ്ങളെ എല്ലാം യഥാസ്ഥാനപ്പെടുത്തി ഒട്ടിക്കുന്ന പശയായി, ഒരു ഗ്ലൂ ആയി അതേ സ്നേഹം നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലൻ പറയുന്നു, എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കും. ഇവയെല്ലാം ധരിച്ചു. മനസ്സലിവ്, താഴ്മ, ദയ, അതേ സൗമ്യത, ക്ഷമ എല്ലാം ധരിച്ചിട്ട് പറയാണ്, ഇനി നിങ്ങൾ ഇതിനെ എന്ത് മുകളിൽ ഒരെണ്ണം കൂടെ ധരിക്കണം, സ്നേഹം എന്ന ഗാർമെന്റ് ഏറ്റവും മുകളിലായി ധരിക്കുക. എങ്കിൽ മാത്രമേ ബന്ധങ്ങൾ നിലനിൽക്കത്തുള്ളൂ. ഏത് സ്നേഹമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഞാൻ നേരത്തെ പല പ്രാവശ്യവും ചിന്തിച്ചിട്ടുണ്ട്. അത് ഏത് സ്നേഹമാണെന്ന് ചോദിച്ചാൽ അത് അഗപ്പേ സ്നേഹമാണ്. എന്താണ് അഗപ്പേ സ്നേഹത്തിന്റെ പ്രത്യേകത? ക്രിസ്തു നമ്മളെ സ്നേഹിച്ച സ്നേഹം. എന്താണ് അഗപ്പേ സ്നേഹത്തിന്റെ പ്രത്യേകത? ത്യാഗപൂർണമായ സ്നേഹം. എന്താണ് ആ സ്നേഹത്തിന്റെ പ്രത്യേകത? 1 കൊരിന്ത്യരിൽ പറയുന്ന സ്നേഹം എന്താണ്? അതെ, നിഗളിക്കാത്ത, സ്പർദ്ധിക്കാത്ത, ചീർക്കാത്ത, ദോഷം കണക്കിടാത്ത, എല്ലാം വിശ്വസിക്കുന്ന, എല്ലാം സഹിക്കുന്ന, ക്ഷമിക്കുന്ന, ആ ദോഷങ്ങളുടെ കണക്ക് സൂക്ഷിച്ചു വെക്കാത്ത ആ സ്നേഹത്തിന്റെ പേരാണ് അഗപ്പേ സ്നേഹം. ഈ സ്നേഹം അതെന്താ സ്നേഹം എന്ന് ആരും നെറ്റി വിളിക്കണ്ട. അത് അനുഭവിച്ചുകൊണ്ട് ഞാനും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു, നിങ്ങൾ എന്നെ കേൾക്കുന്നു. ഈ അഗപ്പേ സ്നേഹം ഞങ്ങൾക്ക് അറിയത്തില്ല, ആ പേര് നമുക്കറിയത്തില്ലായിരിക്കും. പക്ഷെ ആ സ്നേഹത്തിന്റെ ഓരോ ജീവിതത്തിൽ അതിന്റെ ആഴങ്ങൾ അനുഭവിച്ചറിഞ്ഞ നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏറിയ ലഭിച്ചതിനോട് കർത്താവ് ഏറിയത് ചോദിക്കും. നമ്മുടെ ഉത്തരവാദിത്തം അത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് പോയിന്റിലൂടെ പറയാൻ നിർത്തിയേക്കാം, എ താങ്ക്ഫുൾ ഹാർട്ട്. എന്താണ് അവിടെ പറയുന്നത്? ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരുമായിരിക്കും. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചു ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടുകൂടെ നിങ്ങൾ വസിക്കട്ടെ. വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ട് വരികയും. താങ്ക്ഫുൾ ഹാർട്ടിനെ കുറിച്ച് വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഒന്ന് നമ്മൾ ചിന്തിച്ചു, എലമെന്റ്സ് ഓഫ് ക്രിസ്ത്യൻ സ്റ്റാൻഡിലെ ഫസ്റ്റ് പോയിന്റ് പേഴ്സണൽ ഹോളിനെസ് ആണെങ്കിൽ, രണ്ടാമത്തേത് ലവിങ് ആറ്റിറ്റ്യൂഡ്. എന്താണ് ലവിങ് ആറ്റിറ്റ്യൂഡ്? നമ്മൾ ചിന്തിച്ചാൽ അറിയാമോ? എ ലവിങ് ഹാർട്ടിന്, സ്നേഹമുള്ള ഒരു ഹൃദയത്തിൽ അടങ്ങിയിരിക്കേണ്ട സ്വഭാവ സവിശേഷതകളാണ് ഈ ലവിങ് ആറ്റിറ്റ്യൂഡിൽ നമ്മൾ ചിന്തിച്ചത്. ഇനി നമ്മൾ അവസാനമായി ചിന്തിക്കുന്ന പോയിന്റ്, എ താങ്ക്ഫുൾ ഹാർട്ട്, നന്ദിയുള്ള ഒരു ഹൃദയം. എന്താണ് നന്ദിയുള്ള ഒരു ഹൃദയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? നിങ്ങൾക്ക് കേൾക്കണോ? ദൈവസ്ഥനിൽ നമുക്ക് ഏറ്റവും ആദ്യം നന്ദി പറയാനുള്ള കാര്യം എന്നറിയാമോ? ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച പാപക്ഷമയാൽ ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച പാപക്ഷമയിലൂടെ ലഭിച്ച ദൈവിക സമാധാനം ഓർത്താൽ എത്ര നന്ദിയോടെ ജീവിച്ചാലും മതിയാകത്തില്ല. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. Forgiveness brings peace. എന്താണ് ആ പീസിന്റെ പ്രത്യേകത? ഷുവർ ഹോപ്പ് ഓഫ് ഹെവൻ. സ്വർഗത്തിന്റേക്കുള്ള പ്രവേശനത്തിന്റെ നിശ്ചയം ഹൃദയത്തിൽ തരുന്നതാണ് അതാണ് എന്താ പറയണ്ടേ, റോമാലേഖനത്തിൽ പറയുന്ന 5-ാം അധ്യായത്തിൽ പറയുന്ന ആ സമാധാനം. നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. ആ ദൈവിക സമാധാനം നമ്മൾ അനുഭവിക്കുന്ന മാത്രമല്ല, മറിച്ച് ദൈവത്തോടുള്ള സമാധാനം. എന്താ സമാധാനത്തിന്റെ പ്രത്യേകത? പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെട്ടു എന്നുള്ള ധൈര്യം നമ്മുടെ ഉള്ളിൽ ക്രിസ്തുയേശു മുഖാന്തരം കടന്നു വന്നപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? പാപക്ഷമ കിട്ടി. അത് നമുക്ക് സമാധാനം തന്നു. ആ സമാധാനം എന്തിന്റെ കൺഫർമേഷനാ? യുവർ പീസ് ഈസ് എ കൺഫർമേഷൻ ദാറ്റ് യു ബിലോങ് ടു ഗോഡ്. യുവർ പീസ് ഈസ് എ അഷ്വറൻസ് ദാറ്റ് യു ബിലോങ് ടു ഗോഡ്. യുവർ പീസ് ഈസ് എ അഷ്വറൻസ് ഓഫ് ഹോപ്പ് ഓഫ് ഹെവൻ. സ്വർഗീയ പ്രത്യാശയുടെ നിശ്ചയവും ദൈവവുമായുള്ള ബന്ധത്തിൽ നീ ദൈവത്തിനുള്ളതാണെന്നുള്ള നമ്മുടെ കൺഫർമേഷനാണ് നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവത്തോടുള്ള സമാധാനം. നമ്മുടെ വിഷയങ്ങളിൽ ദൈവം തരുന്ന സമാധാനത്തെ കുറിച്ച് അല്ലി പറയുന്നത്. അത് തീർച്ചയായും ഉണ്ട്. നമുക്കറിയാം ഫിലിപ്പിയർ 4:6 തന്നെ പറയും. പക്ഷെ ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ ആ സഭ അനുഭവിക്കുന്ന സമാധാനം എന്നറിയാമോ? സഭ ദൈവത്തോട് സമാധാനമുള്ളവർക്ക് ദൈവത്തിൽ നിന്ന് സമാധാനമുണ്ട്. എന്താണ് ദൈവത്തോടുള്ള സമാധാനം? ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ കുറ്റക്കാരിയല്ല ആയിരുന്നു. എനിക്ക് നീതി ലഭിച്ചു. ക്രിസ്തുയേശുവിലൂടെ എനിക്ക് നീതി ലഭിച്ചു. ഇനിയും അതുകൊണ്ട് എന്റെ പാപത്തിൽ എനിക്ക് ശിക്ഷയില്ല. ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവിധി ഇല്ലെന്നുള്ള സമാധാനമാണ് സഭയിൽ വാഴുന്ന സമാധാനം. അതെന്തിനു വേണ്ടിയാ? ഒരു താങ്ക്ഫുൾ ഹാർട്ട് നമുക്ക് തരണം. ഇത് ഓർക്കുമ്പോഴൊക്കെ നന്ദിയോടെ നാം ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്താ? താങ്ക്ഫുൾ ഫോർ പീസ് ഓഫ് മൈൻഡ്. ദൈവം എന്റെ ഉള്ളിൽ തന്നിരിക്കുന്ന
ദൈവത്തോടുള്ള സമാധാനത്തിൽ, അതോടൊപ്പം തന്നെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന സമാധാനവും നമ്മളെ നന്ദിയുള്ള ഹൃദയത്തിന്റെ ഉടമകളാക്കി മാറ്റണം. അതുപോലെ വർഷിപ്പ് ഓഫ് താങ്ക്ഫുൾനെസ് എന്താണ് അതിന്റെ പ്രത്യേകത? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചു ബുദ്ധി ഉപദേശിച്ചു നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും. ഭയങ്കര ഒരു ലൈഫ് സ്റ്റൈലാ. അതായത് ഒരു സൺഡേ ഒരു ഫ്യൂ അവേഴ്സിലേക്ക് മാറ്റി വെക്കുന്ന നന്ദിയല്ല, പിന്നെയോ എന്താണ് ലൈഫ് സ്റ്റോറി, ഒരു പുതിയ ലൈഫ് സ്റ്റൈൽ ബിൽഡപ്പ് ചെയ്യുക. A thankful heart shares the message of peace, wisdom in teaching and encouragement. പഠിപ്പിക്കും, ആത്മീയ വർധന വരുത്തും, അങ്ങോട്ടും ഇങ്ങോട്ടും ബലപ്പെടുത്തും, അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കും, ഉപദേശിക്കും. എന്തുവാണെന്നറിയാം മെസ്സേജ്? ദൈവത്തിൽ നിന്ന് ലഭിച്ച സമാധാനത്തിന്റെ ജ്ഞാനത്തിന്റെ സന്ദേശം പരസ്പരം കൈമാറുന്ന ഒരു നന്ദിയുള്ള ഹൃദയം. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? A thankful heart praises using spiritual words and ideas provided by God. ഒരു നന്ദിയുള്ള ഹൃദയം അങ്ങ് ദൈവത്തിന്റെ വചനങ്ങളെ അങ്ങ് ഹൃദയത്തിൽ നിറയും. അതുകൊണ്ടാണ് പറയുന്നത്, ഇവിടെ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ഇങ്ങനെ വസിക്കട്ടെ. അതായത് ഒരു താങ്ക്ഫുൾ ഹാർട്ട് നിങ്ങൾ പരിശീലിപ്പിച്ചു വരുമ്പോൾ എന്ത് സംഭവിക്കും? ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നിങ്ങളിൽ വസിക്കും. പാടുക, സന്തോഷം. എന്താ പാടുന്നേ? പാടിയില്ലേ വഴക്ക് പറയും, ആടിയില്ലേ വഴക്ക് പറയും, ഉറക്കെ 2 പ്രാവശ്യം 3 പ്രാവശ്യം അല്ലേലിയ പറഞ്ഞില്ലേ പാസ് വഴക്ക് പറയും. മ്യൂസിക് ഇതിനു വേണ്ടിയല്ല, പിന്നെയോ ഞങ്ങളെ ഹൃദയം നന്ദിയാൽ നിറയുക. എന്താ നിങ്ങളുടെ ഹൃദയത്തിൽ ഇത്ര നന്ദി? ഒന്നാമത്തെ കാരണം, ദൈവത്തോട് ഞങ്ങൾക്ക് സമാധാനം കിട്ടി. പാപങ്ങളുടെ ക്ഷമ ലഭിച്ചപ്പോൾ, പാപത്തിന് പരിഹാരം ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് സ്വർഗീയ പ്രത്യാശ ഉറപ്പായി. ദൈവത്തിന്റെ വകയാണെന്നുള്ള ബോധ്യം ഞങ്ങളിൽ വന്നപ്പോൾ ഞങ്ങളുടെ ഹൃദയം നന്ദിയാൽ നിറയുന്നു. ഞങ്ങളുടെ ഉള്ളിൽ ഇപ്പൊ എന്താണെന്നറിയാവോ ദൈവം നിറച്ചിരിക്കുന്നത്? നന്ദിയോടുകൂടെ ആ ദൈവിക ജ്ഞാനത്തോടുകൂടെ സംസാരിപ്പാൻ, പങ്കുവെക്കുവാനുള്ള ആ ടീച്ചിങ് ആൻഡ് എൻകറേജ്മെന്റ് ഞങ്ങളെ, ഈ നന്ദിയുള്ള ഹൃദയം അതിലേക്ക് ഞങ്ങളെ നയിക്കുക. ദൈവത്തിനു വേണ്ടി പാടുവാൻ സങ്കീർത്തനങ്ങളും സ്തുതിഗീതങ്ങളും ആത്മീയ ഗീതങ്ങളും ആർക്കാണ് പാടുന്നതെന്ന് അറിയാവോ? ദൈവത്തിന് വേണ്ടി പാടുക, ദൈവത്തിന് നാമോഹത്തിന് വേണ്ടി പാടി ബുദ്ധി ഉപദേശിച്ച് ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നമ്മളിൽ വസിക്കുക. ഇത് ദൈവം ആഗ്രഹിക്കുന്നു. ഒടുവിൽ പറഞ്ഞ് ഞാൻ ഇങ്ങനെ നിർത്താം. മൂന്നാമത്തെ താങ്ക്ഫുൾ ഹാർട്ടിനകത്തെ 1 താങ്ക്ഫുൾ ഫോർ പീസ് ഓഫ് മൈൻഡ്, 2 വർഷിപ്പ് ഓഫ് താങ്ക്ഫുൾനെസ്, 3 ലൈഫ് മോട്ടിവേറ്റഡ് ബൈ താങ്ക്സ്. നന്ദിയാൽ പ്രചോദിക്കപ്പെടുന്ന ഒരു ജീവിതം, നന്ദിയുള്ള ഹൃദയത്താൽ മൂവ് ചെയ്യപ്പെടുന്ന ഒരു ജീവിതം. ലൈഫ് മോട്ടിവേറ്റഡ് ബൈ താങ്ക്സ് ഗിവിംഗ്. എന്താ നോക്കുമ്പോൾ ഗോഡ്സ് വണ്ടർഫുൾ ക്രിയേഷൻ, ദൈവത്തിന്റെ അത്ഭുതകരമായ സൃഷ്ടി, ഓരോ ചെറിയ കാര്യങ്ങളിലും ദൈവം ചെയ്ത പ്രവർത്തികളും കണ്ട് നമ്മൾ ദൈവത്തിൽ സന്തോഷിക്കുന്നു. നമ്മുടെ കണ്ണുകൊണ്ട്, നമ്മുടെ കാതുകൊണ്ട്, നമ്മുടെ നമ്മുടെ എല്ലാ സെൻസ് ഓർഗൻസ് കൊണ്ടും നമ്മളെ എന്ത് ചെയ്യുകയാണ്? ദൈവ പ്രവൃത്തിയെ നമ്മൾ മനസ്സിലാക്കി ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ചുരുക്കി പറഞ്ഞാൽ, ക്രിസ്തു യേശുവിനാൽ മോട്ടിവേഷൻ ഫോർ ലൈഫ് ഈസ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് സർവീസ് ആൻഡ് ദാറ്റ് ഗിവ്സ് us greatest pleasure. നമ്മുടെ ജീവിതത്തിന്റെ പ്രചോദനം ക്രിസ്തുവും അവൻ നമുക്ക് ചെയ്ത അവന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ആ വേല, അത് അവൻ നമുക്ക് ചെയ്ത ദൈവപ്രവൃത്തിയുടെ ആഴത്തിലായിക്കൊണ്ട് നമ്മൾ സന്തോഷത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നു. I do what I do in the name of Christ because I am grateful. ഞാൻ അവിടെ പറയുന്നുണ്ട്, എന്ത് ചെയ്താലും, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തു. ഞാൻ എന്ത് ചെയ്താലും അതിന്റെ എന്തിൽ നിന്നാണ് അറിയാമോ? കർത്താവ് എനിക്ക് ചെയ്തതിന്റെ നന്ദിയിൽ നിന്നാണ് എന്റെ എല്ലാ പ്രവൃത്തികളും. ബിക്കോസ് ഐ ആം ഗ്രേറ്റ്ഫുൾ. ഞാൻ നന്ദിയുള്ളവനാ. ഒടുവിൽ ഇങ്ങനെ പറഞ്ഞു നിർത്താം, we are motivated by gratitude, not by rules or laws. നാം പ്രചോദിതരാകുന്നത് നിയമങ്ങളാലും കൽപ്പനകളാലുമല്ല, മറിച്ച് നന്ദിയാൽ, ദൈവത്തോടുള്ള നന്ദിയാൽ പ്രചോദിതമായ ജീവിതം. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്റെ പ്രിയരെ, ഇന്ന് രാത്രി നമ്മളെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തലകളെ വണക്കുമ്പോൾ നാം നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചാട്ടെ. എന്റെ ജീവിതം നന്ദിയാൽ പ്രചോദിതമാണോ? എന്റെ ലൈഫ്
ഞാൻ ജീവിക്കുന്നത് ഏതെങ്കിലും നിയമങ്ങളുടെയോ കൽപ്പനകളുടെയോ അതെ പിൻബലത്തിലാണോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നതോ ക്രിസ്തുവേശുവിന്റെ സ്നേഹത്താൽ നന്ദി കൊണ്ട് നിറഞ്ഞ ഒരു ഹൃദയത്തിലാണോ എന്റെ ജീവിതം ദൈവത്തിന് പാടാനും കർത്താവിന് നാമം മഹത്വപ്പെടുത്താനും അവന് നന്ദി അർപ്പിക്കുവാനും എന്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുവാനും ഞാൻ ചെയ്യുന്ന ഓരോ പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും എല്ലാം ഒരു റൂളിന്റെയും ലോയുടെ അടിസ്ഥാനത്തിലല്ല, പിന്നെയോ എന്റെ അകത്ത് നിറഞ്ഞു കവിയുന്ന ദൈവത്തോടുള്ള കൃതജ്ഞത നന്ദിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്റെ ദൈവത്തിന് പാടുന്നതും കീർത്തനം ചെയ്യുന്നതും സങ്കീർത്തനങ്ങൾ വായിക്കുന്നതും പരസ്പരം ബുദ്ധി ഉപദേശിക്കുന്നതും ആത്മീയ വർധന വരുത്തുന്നതും. ഇങ്ങനെ ചെയ്യുമ്പോൾ ക്രിസ്തുവിന്റെ വചനം നമ്മിൽ ഐശ്വര്യമായി വസിക്കുന്നു. ഇല്ലെങ്കിൽ ബാക്കിയെല്ലാം എന്താണെന്നറിയാവോ? തിയറി ക്ലാസ് പഠിക്കുന്ന ഒരു ക്ലാസ് റൂം പോലെ മാത്രമായിരിക്കും. കുട്ടികളെ നിർബന്ധമായി ടീച്ചേഴ്സ് പഠിപ്പിച്ചെടുക്കുന്ന തിയറി ക്ലാസ് പോലെ ആയിരിക്കും. വീട്ടിൽ വന്നവരാരും അതിന്റെ പ്രാക്ടിക്കൽ ചെയ്യാറില്ല. അവർക്ക് പഠനത്തിനായി മാത്രം അവർ പഠിക്കുന്ന പോലെയാകും. ഇങ്ങനെയല്ല എങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം താങ്ക്ഫുൾ ഹാർട്ടിനാൽ നിയന്ത്രിക്കപ്പെടുന്നില്ലെങ്കിൽ, ഒരു ദൈവവൈതലിന്റെ ജീവിതം നന്ദിയുള്ള ഹൃദയത്താൽ അതെ ഡ്രിവൺ ആകുന്നില്ലെങ്കിൽ, ചലിക്കപ്പെടുന്നില്ലെങ്കിൽ, അതെ മൂവ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അത് വലിയ അപകടമാണ്. കാരണം അവരെന്തിലായിരിക്കും എന്നറിയോ? പിന്നെ അത് പരപ്രേരണകളും ഭയപ്പെടുത്തിയെങ്കിൽ മാത്രമേ പിന്നെ അവർക്ക് അതിന് കഴിയത്തുള്ളൂ. നിയമങ്ങളും അവർക്ക് നേരെ വരുന്ന അത് ദൈവശിക്ഷകളെ ഭയന്ന അവർ പലതും ചെയ്യുന്നെങ്കിൽ, ഇന്ന് രാത്രി നാം നമ്മെ തന്നെ വിലയിരുത്തി പ്രാർത്ഥിക്കാൻ പോവാ. ഞാൻ എന്റെ കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യവും ഭയപ്പെട്ടിട്ടല്ല, ദൈവകോപം വരുമെന്ന് ഭയന്നിട്ടല്ല, നിയമങ്ങളെ ഭയന്നിട്ടല്ല, പിന്നെ ദൈവത്തോടുള്ള പുത്രനിലൂടെ എനിക്ക് ചെയ്ത ദൈവത്തിന്റെ ആഴമായ സ്നേഹത്തിന്റെ പ്രദർശനത്താലും എനിക്ക് ലഭിച്ച പാപക്ഷമയാലും പാപപരിഹാരത്താലും ഞാൻ അനുഭവിക്കുന്ന ദൈവിക സന്തോഷത്താലും പ്രചോദിതമായി ഞാൻ ഒരു ജീവൻ നയിക്കുന്നു എന്ന് ധൈര്യത്തോടെ പറയാൻ നമുക്ക് കഴിയുന്നെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമായി. ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ആത്മാർത്ഥമായി നമ്മുടെ ദൈവങ്ങൾ സമർപ്പിക്കാം. ഈ ഭൂമിയിൽ കാണുന്ന ഓരോന്നും കാണുമ്പോൾ നാം പരസ്പരം പങ്കുവെക്കും. നമ്മുടെ ദൈവത്തിന്റെ സൃഷ്ടി എത്ര മഹത്തരമാ. ഓരോന്നിലും നമ്മൾ സന്തോഷിക്കും. നന്ദിയുള്ള ഹൃദയത്തോടെ ലോകത്തെ അതെ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവ സൃഷ്ടിയെ ദൈവിക പരിപാലനത്തെ ഓരോ ദിനങ്ങളെ നോക്കിക്കാണുവാൻ നമുക്ക് കഴിയണം. നന്ദിയുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമയ്ക്ക് മാത്രമേ അതിന് കഴിയത്തുള്ളൂ. എലമെന്റ്സ് ഓഫ് ക്രിസ്ത്യൻ സ്റ്റാൻഡേർഡിന്റെ അതെ ആ ഉയർന്ന നിലവാരം നാം ചിന്തിച്ചു. എ പേഴ്സണൽ ഹോളിനെസ്, എ ലവിങ് ആറ്റിറ്റ്യൂഡ്, എ താങ്ക്ഫുൾ ഹാർട്ട്. നമുക്കിവ മൂന്നും അതെ നമ്മുടെ ജീവിതത്തിൽ അതെ വാർത്തെടുത്തുകൊണ്ട് ജയകരമായ ഒരു ക്രിസ്ത്യൻ നയിപ്പാം. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവജനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.